ഹലോ ഹലോ എവ്രിവൺ. എല്ലാവർക്കും സുഖാണെന്ന് വിശ്വസിക്കുകയാണ്. വിമ്പിൾ അക്കാദമിയിൽ നിന്ന് ഫൈസൽ സി ആണ് സംസാരിക്കുന്നത്. വിമ്പിൾ അക്കാദമിയുടെ കീഴിലായിട്ട് നമ്മൾ ദിനേന എന്നോണം സംഘടിപ്പിച്ചു വരുന്ന വ്യത്യസ്തമായിട്ടുള്ള വെബിനാറുകളുടെ ഭാഗമായി ഇന്ന് മറ്റൊരു വിഷയവുമായിട്ട് നമ്മൾ നിങ്ങളുടെ മുമ്പിലേക്ക് എത്തിയിരിക്കുകയാണ്. ഓരോ ദിവസവും നമ്മളുടെ അറിവുകൾ നവീകരിക്കുകയും നമ്മളുടെ കഴിവുകൾ വികസിപ്പിക്കുകയും പുതിയ ആളുകളുമായി നമ്മൾ ബന്ധം സ്ഥാപിക്കുകയും അപരിചിതരും പരിചിതരുമായിട്ടുള്ള ആളുകൾക്ക് സഹായങ്ങളും ആശ്വാസങ്ങളും നൽകിക്കൊണ്ട് നമ്മളുടെ ജീവിതത്തെ മനോഹരമാക്കി മുന്നോട്ട് പോകേണ്ടതുണ്ട്. വിശേഷിച്ചും മാനസികമായിട്ടുള്ള മേഖലയിൽ മനസ്സിന്റെ അഭിവൃദ്ധി, മനസ്സിന്റെ ഒരു ഒരു മനോഹാരിത ലക്ഷ്യം വെച്ചുകൊണ്ട് പ്രവർത്തിക്കുന്ന മെന്റൽ ഹെൽത്ത് പ്രൊഫഷണൽസ്, അവരെ സംബന്ധിച്ചിടത്തോളം മനസ്സിനെ കുറിച്ച് കൂടുതൽ പഠിക്കുക, മറ്റുള്ളവരെ കുറിച്ച് കൂടുതൽ പഠിക്കുക, അവർക്കുണ്ടാകുന്ന പ്രയാസങ്ങളെ കുറിച്ച് നമ്മൾ പഠിക്കുക, അവർക്ക് എപ്പോഴാണ് പ്രയാസങ്ങൾ വരുന്നത്, ഏത് പ്രതിസന്ധിയിലൂടെയാണ് അവർ മുന്നോട്ട് പോകുന്നത്, അങ്ങനെ ഉണ്ടാകുന്ന സമയത്ത് അവർക്കുണ്ടാകുന്ന മാറ്റങ്ങൾ എന്തൊക്കെയാണ്, അവർക്ക് എന്ത് സപ്പോർട്ടുകളാണ് നമ്മൾ ചെയ്തു കൊടുക്കേണ്ടത് തുടങ്ങിയിട്ടുള്ള കാര്യങ്ങളെ കുറിച്ച് കൃത്യമായിട്ടുള്ള ബോധ്യം നമുക്ക് ഓരോരുത്തർക്കും ഉണ്ടാകേണ്ടതുണ്ട്. അപ്പൊ അതിന്റെ ഭാഗമായിട്ട് വിശേഷിച്ചും മെന്റൽ ഹെൽത്ത് മേഖലയിൽ വർക്ക് ചെയ്യുന്ന സമയത്ത് നമുക്കറിയാം ഒരുപാട് ഡിസോർഡറുകളെ കുറിച്ചൊക്കെ നമ്മൾ പഠിക്കാറുണ്ട്, പേഴ്സണാലിറ്റി ഡിസോർഡറുകളെ കുറിച്ചൊക്കെ നമ്മൾ പഠിക്കാറുണ്ട് അല്ലെ. അപ്പൊ അവിടെ തീർച്ചയായിട്ടും വ്യത്യസ്തമായിട്ടുള്ള രീതിയിലുള്ള ആളുകളെ കുറിച്ച് നമുക്ക് പഠിക്കാനാകും. അവരെല്ലാവരും നമ്മുടെ സമൂഹത്തിലുള്ള ആളുകൾ തന്നെയാണ്. ഇങ്ങനെയുള്ള ആളുകളിൽ പലരും നമ്മളെ സമീപിച്ചേക്കാം, അതല്ലെങ്കിൽ ഇങ്ങനെയുള്ള പലരും ഒരു സപ്പോർട്ട് ആഗ്രഹിക്കുന്നുണ്ടാകാം, അതല്ലെങ്കിൽ സ്വന്തമായിട്ട് ഞങ്ങൾ ഇങ്ങനെയുള്ള ആളുകളാണെന്ന് പോലും തിരിച്ചറിയാതെ ജീവിച്ചു മുന്നോട്ട് പോകുന്നവരുണ്ടാകാം. അവിടെയൊക്കെ നമുക്ക് ഓരോരുത്തർക്കും ഇടപെടാൻ സാധിക്കും എന്നുള്ളതാണ്. അപ്പോ അനുദിനം വരുന്ന നമ്മുടെ മുമ്പിലേക്ക് വരുന്ന ഓരോ വിഷയങ്ങളും നമുക്ക് പുതിയ ചാപ്റ്ററുകളാണ്, പുതിയ പഠനങ്ങളാണ്, പുതിയ പാഠ്യങ്ങളാണ്, പുതിയ അനുഭവങ്ങളാണ്. അങ്ങനെ നമ്മൾ പുതിയ അനുഭവങ്ങൾ തേടിക്കൊണ്ട്, പുതിയ അനുഭവങ്ങൾ പഠിച്ചുകൊണ്ട് നമ്മൾ പുതിയ പുതിയ ആളുകളിലേക്ക് നമുക്ക് എത്തേണ്ടതുണ്ട്. ഒരു മനുഷ്യനിൽ നിന്ന് അനേകായിരം മനുഷ്യരിലേക്ക് നമുക്ക് സഞ്ചരിക്കേണ്ടതുണ്ട്. അപ്പൊ അതിനുള്ള ഒരു വേദി എന്നോണം നമ്മുടെ അറിവുകൾ നവീകരിക്കുന്ന, നമ്മുടെ കഴിവുകൾ വികസിപ്പിക്കുന്ന ഒരു വെബിനാർ സീരീസ് തന്നെയാണ് നമ്മൾ മുന്നോട്ട് കൊണ്ടുപോകുന്നത്. വിശേഷിച്ചും വർഷ മാമിന്റെ കീഴിലായിട്ട് നമ്മൾ കഴിഞ്ഞ 7 വെബിനാറുകൾ, കഴിഞ്ഞ സമയങ്ങളിലായിട്ട് നമ്മൾ നടത്തിയിട്ടുള്ള 7 വെബിനാറുകൾ നാർസിസിക് പേഴ്സണാലിറ്റി ഡിസോർഡറുമായിട്ട് ബന്ധപ്പെട്ട്, NPD-യുമായി ബന്ധപ്പെട്ട് നമ്മൾ സംഘടിപ്പിച്ചിട്ടുണ്ടായിരുന്നു. അതിൻ്റെ എന്താണ് പിന്നെ NPD, അതേപോലെ തന്നെ ഇമ്പാക്റ്റ് ഓൺ വിക്ടിം തുടങ്ങിയിട്ടുള്ള 7 സെഷനുകൾ നമ്മൾ നടത്തിയിട്ടുണ്ടായിരുന്നു. അതിൻ്റെ അനുബന്ധമായിട്ടാണ് ഇന്ന് നാർസിസിക് കൊളാപ്സ് എന്നുള്ള ഒരു തലക്കെട്ടിൽ നമ്മൾ ഇന്ന് ഒരു വെബിനാർ നമ്മളിവിടെ സംഘടിപ്പിക്കുന്നത്. അപ്പോൾ ഇതുമായി ബന്ധപ്പെട്ടുകൊണ്ട് അത് പഠിക്കാനും അതേപോലെ തന്നെ അത് മനസ്സിലാക്കാനും വേണ്ടി എത്തിച്ചേർന്ന എല്ലാവരെയും ഈ ഒരു വെബിനാറിലേക്ക് വളരെ ഹൃദ്യമായിട്ട് സ്വാഗതം ചെയ്യുകയാണ്. അതേപോലെ തന്നെ നമ്മുടെ ഫാക്കൽറ്റി വർഷ മാം നമ്മുടെ വിമ്പിൾ അക്കാദമിയിലെ കൺസൾട്ടന്റ് സൈക്കോളജിസ്റ്റും തെറാപ്പിസ്റ്റുമാണ്. വ്യത്യസ്തമായിട്ടുള്ള വർക്ക്ഷോപ്പുകൾക്കും കോഴ്സുകൾക്കുമൊക്കെ ലീഡ് ചെയ്യുന്നത് വർഷ മാമാണ്. അതേപോലെ തന്നെ തൃശ്ശൂർ ആസ്ഥാനമായി പ്രവർത്തിക്കുന്ന വിമ്പിൾ അക്കാദമിയിൽ കൗൺസിലിംഗ് സെഷനുകളും ഹീലിംഗ് സെഷനുകൾക്കൊക്കെ മാം നേതൃത്വം വഹിച്ചു വരുന്നു. അതേപോലെ തന്നെ NPD-യുമായിട്ട് ബന്ധപ്പെട്ടുകൊണ്ട് നമുക്ക് ഒത്തിരി കേസുകൾ വരുന്നത് കൊണ്ടും മാം അത്തരം വിഷയങ്ങളിൽ ഒരുപാട് കേസുകൾ ഡീല് ചെയ്തത് കൊണ്ടും തന്നെ NPD-യുമായി ബന്ധപ്പെട്ടുള്ള ഒരു കൗൺസിലിംഗ് സെഷൻ വളരെ അനിവാര്യമാണ് എന്ന് മനസ്സിലാക്കിയതിൻ്റെ അടിസ്ഥാനത്തിലാണ് നാർസിസിക് അബ്യൂസ് റിക്കവറി കൗൺസിലിംഗ്. ഇത്തരത്തിലുള്ള കേസുകളിൽ കടന്നു വരുന്ന സമയത്ത് നമുക്ക് എങ്ങനെയാണ് കൗൺസിലിംഗ് നമുക്ക് നടത്താൻ കഴിയുക, നാർസിസം എന്താണ്, അതേപോലെ തന്നെ വിക്ടിമിന്റെ സൈക്കോളജിയും അതിന്റെ ട്രോമ റെസ്പോൺസുമായി ബന്ധപ്പെട്ടിട്ടുള്ള കാര്യങ്ങൾ, അസസ്മെന്റ്,
അതേപോലെ തന്നെ ഡയഗ്നോസിസ്, കൗൺസിലിംഗ് ഗൈഡൻസ്, അതേപോലെ തന്നെ അതുമായി ബന്ധപ്പെട്ട് നമുക്ക് തെറാപ്പി സെഷനുകൾ എങ്ങനെയൊക്കെ നമുക്ക് കൊടുക്കാം എന്നുള്ളത് തീർച്ചയായിട്ടും മെന്റൽ ഹെൽത്ത് മേഖലയിൽ വർക്ക് ചെയ്യുന്ന ആളുകളെ സംബന്ധിച്ചിടത്തോളം നമുക്ക് ഇത്തരം കേസുകൾ ഒരുപാട് വരാറുണ്ട്. അപ്പൊ അത്തരം കേസുകളെ നമുക്ക് എങ്ങനെ ഡീൽ ചെയ്യാൻ പറ്റും എന്നുള്ളതായിരിക്കും നമ്മൾ ചെയ്യാൻ പോകുന്ന ഈ ഒരു പുതിയ വർക്ക്ഷോപ്പ്. നമ്മൾ അടുത്ത ദിവസം ആരംഭിക്കുകയാണ്. 5 ദിവസത്തെ വർക്ക്ഷോപ്പാണ്. ഏപ്രിൽ 26 മുതൽ ആണ് നമ്മൾ ആ ഒരു വർക്ക്ഷോപ്പ് ആരംഭിക്കുക. അപ്പോൾ അതുമായി ബന്ധപ്പെട്ട് താല്പര്യമുള്ളവർക്ക് ബന്ധപ്പെടാം. ഇന്ന് നമ്മൾ നാർസിസിക് കൊളാപ്സുമായി ബന്ധപ്പെട്ടിട്ടുള്ള വിഷയങ്ങളാണ് നമ്മൾ സംസാരിക്കുക. നാർസിസിന്റെ ഒരു പിന്നെ ഒരു എൻഡ് സ്റ്റേജ് എത്തുന്ന സമയത്ത്, അതല്ലെങ്കിൽ അവരുടെ മുഖം പിന്നെ തകർന്നു പോകുന്ന സമയത്ത് തീർച്ചയായിട്ടും അവരുടെ ഒരു യഥാർത്ഥ മുഖം പുറത്തു വരും. അപ്പൊ ആ ഒരു സമയത്ത് അവര് കാണിക്കുന്ന ഒരുപാട് പ്രകടനങ്ങൾ ഉണ്ടാകും. ചിലപ്പോൾ ഉപദ്രവങ്ങളാകാം, അവർ കാണിക്കുന്ന ദേഷ്യങ്ങളാകാം, കുറ്റപ്പെടുത്തലുകളാകാം, അതേപോലെ തന്നെ അങ്ങനെ തുടങ്ങിയിട്ട് അവർ കാണിക്കുന്ന ചില പ്രകടനങ്ങളുമായി ബന്ധപ്പെട്ടുള്ള അവരുടെ ആ ഒരു കാര്യങ്ങളായിരിക്കും ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യുക. അത് മനസ്സിലാക്കുക എന്നുള്ളതാണ് ഇന്നത്തെ ഈ ഒരു വെബിനാറിലൂടെ നമ്മൾ ഉദ്ദേശിക്കുന്നത്. അപ്പോൾ ഈ ഒരു സെഷനിലേക്ക് എത്തിച്ചേർന്ന എല്ലാവർക്കും ഒറ്റവാക്കിൽ സ്വാഗതം അറിയിക്കുകയാണ്. അതേപോലെ തന്നെ ഈ ഒരു സെഷൻ ലീഡ് ചെയ്യാൻ വേണ്ടിയിട്ട് ബഹുമാനിയായിട്ടുള്ള നമ്മുടെ ഫാക്കൽറ്റി വർഷ മാമിനെ വളരെ സ്നേഹത്തോടെ ഞാൻ ഇൻവൈറ്റ് ചെയ്യുന്നു. വർഷ മാം പ്ലീസ്. അതേപോലെ തന്നെ ഒരു കാര്യം പറയാനുള്ളത്, വർഷ മാം നമ്മൾ ഈ ഒരു വെബിനാർ കുറച്ച് ദിവസം മുമ്പാണ് പ്ലാൻ ചെയ്തത്. പിന്നെ നമ്മൾ ചില കാരണങ്ങളാൽ ഇങ്ങോട്ട് ഷിഫ്റ്റ് ചെയ്തതാണ്. മാമിനെ ചെറിയൊരു പല്ലുമായി ബന്ധപ്പെട്ട് ചെറിയൊരു ഇൻഫെക്ഷൻ ഉണ്ട്. അപ്പോൾ മാം തന്നെ പറഞ്ഞതാണ് നമുക്ക് എന്തായാലും ഇന്ന് തന്നെ എടുക്കാം, ഇനി പോസ്റ്റ്പോണ്ട് ചെയ്യേണ്ട എന്ന് പറഞ്ഞിട്ട്. അപ്പോൾ മാമിന് ചിലപ്പോൾ വീഡിയോയിൽ വരാൻ പ്രയാസം ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും മാം ഓഡിയോയിൽ മാത്രമായിരിക്കും ക്ലാസ് എടുക്കുക കേട്ടോ. അപ്പൊ അത് കൂടി ഞാൻ സൂചിപ്പിക്കുകയാണ്. മാം പ്ലീസ്. Thank you, sir. Hi all, good evening. Good evening, ma'am. Pleasant evening, ma'am. Good evening. Good evening. Okay. അപ്പോ എനിക്ക് വീഡിയോ ഓൺ ആക്കാൻ കുറച്ച് ബുദ്ധിമുട്ടുള്ളത് കൊണ്ടാണ് ഓഡിയോ മാത്രം വരുന്നത് കേട്ടോ. ഓക്കെ. അപ്പൊ ഇന്ന് നമ്മൾ ഡീൽ ചെയ്യുന്ന വിഷയം എന്ന് പറയുന്നത് നാർസിസിസ്റ്റിക് കൊലാപ്സ്. ഓക്കെ, നാർസിസ്റ്റിക് കൊലാപ്സ് ആണ് നമ്മൾ ഇന്ന് ഡീൽ ചെയ്യുന്ന വിഷയം. അപ്പൊ സാധാരണ നമ്മളിപ്പോ ഒരു 7ഓളം സെഷൻസ് നാർസിസം അത് റിലേറ്റഡ് ആയിട്ടുള്ള കാര്യങ്ങളൊക്കെ നമ്മൾ വെബിനാർ ചെയ്തിരുന്നു. ഓക്കെ, അപ്പൊ അത് കേൾക്കാത്ത ആരെങ്കിലും ഉണ്ടെങ്കിൽ അത് കേൾക്കുക. കാരണം നമ്മളെ ചുറ്റും കുറെ പേര് ഇത് സഫർ ചെയ്യുന്നവരുണ്ട്. പക്ഷെ എന്താ പ്രശ്നം എന്ന് വെച്ചാൽ ചിലപ്പോ നമുക്ക് തന്നെ അത് മനസ്സിലാക്കാൻ പറ്റുന്നുണ്ടാവില്ല. കാരണം പുറമേ നോക്കുമ്പോ ഹസ്ബൻഡ് വൈഫ് എന്ത് സന്തോഷത്തിലാ നടക്കണേ, ഇവർക്കൊക്കെ പ്രശ്നം ഉണ്ടാവും എന്നൊക്കെ നമ്മൾ വിചാരിക്കും. പക്ഷെ ആ വീടിന്റെ ഉള്ളിൽ നടക്കുന്ന കാര്യം അവർക്ക് മാത്രമേ അറിയാൻ കഴിയുള്ളൂ അല്ലെ. അപ്പൊ അവര് വന്നിട്ട് ഒരാളോട് വന്നിട്ട് പറയാം എന്റെ വീട്ടിലിങ്ങനെ പ്രശ്നമാണ്, അല്ലെങ്കിൽ എന്റെ വൈഫ് ഇങ്ങനെ എന്നോട് പെരുമാറണേ, എന്റെ ഹസ്ബൻഡ് ഇങ്ങനെ എന്നോട് പെരുമാറണേന്ന് പറയുന്ന സമയത്ത് അത് പലർക്കും അക്സെപ്റ്റ് ചെയ്യാൻ ബുദ്ധിമുട്ടാണ്, അല്ലെങ്കിൽ അവരൊന്ന് കേട്ട് നിൽക്കാൻ പോലും ആളുകൾ ഉണ്ടാവാറില്ല. കാരണം എന്താ, ഇവര് നോക്കുമ്പോ അവര് ഭയങ്കര ഹാപ്പി ആയിട്ടാണ് അവർക്ക് തോന്നുക, പക്ഷെ ഉള്ളിലത്തെ സഫറിങ് ആരും കാണുന്നില്ല അല്ലെ. അപ്പൊ ഈ NPD സഫറേഴ്സ് ശരിക്കും പറഞ്ഞാൽ വിക്ടിംസ് നമ്മളുടെ ചുറ്റും കൂടുതലാണ്. നമ്മൾ പലപ്പോഴും കരുതാ അങ്ങനെയൊന്നും ഉണ്ടാവില്ല, അവർക്കൊക്കെ നല്ല സ്ട്രോങ് ആയിരിക്കും, അവർക്ക് ഇതിന് പുറത്തേക്കൊക്കെ വരാൻ പറ്റും. ഇപ്പൊ ഉള്ള ആളുകളൊക്കെ ഇല്ലേ, അവർക്ക് ചെറിയ കാര്യം വന്നാലും അവര് നന്നായിട്ട് പറഞ്ഞു നിൽക്കും, പ്രശ്നങ്ങളൊന്നും ഇല്ല എന്നായിരിക്കും നമ്മൾ കരുതുക, ചിലരെങ്കിലും നമ്മൾ വിചാരിക്കാം. പക്ഷെ അങ്ങനെയല്ല. ഈ വിക്ടിംസ് കുറെ പേരുണ്ട് കേട്ടോ. കുറെ പേരൊക്കെ അതിൽ നിന്ന് പുറത്തേക്ക് വരാൻ ശ്രമിച്ചുകൊണ്ടിരിക്കുന്നവരുണ്ട്, പുറത്തേക്ക് വന്നവരുണ്ട്. അതല്ല ഇപ്പോഴും എന്താ ചെയ്യേണ്ടതെന്ന് അറിയാൻ കഴിയില്ല, അല്ലെങ്കിൽ എന്താണ് ആ പാർട്ട്ണർ തന്നോട് ചെയ്യുന്നത്, അല്ലെങ്കിൽ തന്നോട് കാണിക്കുന്നത് സ്നേഹം തന്നെ ആണോ അല്ലെങ്കിൽ കൺട്രോളിങ് ആണോ എന്ന് ഇപ്പോഴും മനസ്സിലാക്കാൻ പറ്റാത്ത ആളുകളൊക്കെ ചുറ്റുമുണ്ട്. അപ്പൊ അതുകൊണ്ടിട്ടാണ് നമ്മൾ NPD റിലേറ്റഡ് ആയിട്ടുള്ള ആ വിക്ടിംസിന് കൂടുതൽ ഫോക്കസ് ചെയ്തിട്ടുള്ള വെബിനാർസ് ചെയ്യുന്നത്. അപ്പൊ ഇന്നത്തെ നമ്മളെ ടോപ്പിക്കില് നാർസിസിസ്റ്റിക് കൊലാപ്സില് അതെന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, ഇപ്പോ ചില സിറ്റുവേഷൻസിലെ ഇവരിങ്ങനെ പുറമെ ഭയങ്കര സുപ്പീരിയർ ആയിട്ടും എല്ലാവരുടെ മുന്നിൽ നല്ല ആളായിട്ടൊക്കെ ജീവിച്ചുകൊണ്ടിരിക്കുന്ന ഒരു സമയത്തായിരിക്കും എന്തെങ്കിലുമൊക്കെ ഒരു
ഒരു കാര്യം നടന്നിട്ടുണ്ടാവും, എന്തെങ്കിലും ഒരു സിറ്റുവേഷൻ അവിടെ നടന്നിട്ടുണ്ടാവും. അതങ്ങനെ നടന്നു കഴിയുമ്പോഴേക്കും പതുക്കെ ഇവരുടെ ആ ഒരു മാസ്കിന്റെ ഉള്ളിൽ ജീവിക്കുന്ന പോലത്തെ ആളുകളാണല്ലോ, എല്ലാവരും അല്ല, കുറെ പേരെങ്കിലും. അപ്പൊ അതിന്ന് അവരുടെ ട്രൂ സെൽഫ് മറ്റുള്ളവർ അറിയാൻ തുടങ്ങി എന്നറിഞ്ഞു കഴിയുമ്പോഴേക്കും വരുന്ന ഒരു കണ്ടീഷനാണ് ഈ നാർസിസിസ്റ്റിക് കൊലാപ്സ് എന്ന് പറയുക. ആ സമയത്താണ് അവര് ആ ഒരു കൊലാപ്സ് ആവുക, അവരുടെ ഒരു പതനം തന്നെ പറയാമോ. ആ സമയത്ത് എല്ലാവരും എന്റെ കാര്യങ്ങൾ അറിയും, എല്ലാവരും എന്നെ മനസ്സിലാക്കും എന്നുള്ളൊരു ചിന്തയില് അവര് പല രീതിയിലായിരിക്കും പുറമെ ബിഹേവ് ചെയ്യുക. അപ്പോ അതെന്താണെന്നൊക്കെ ഉള്ളതായിരിക്കും നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്യാം. പിന്നെ അതുപോലെ തന്നെ എന്തുകൊണ്ടാണ് അവരിങ്ങനെയൊക്കെ പെരുമാറിയിട്ടും ഒരു വിക്ടിമിന് അവരെ വിട്ടു പോവാനായി കഴിയാത്തത്, ആ ഒരു വിഷയവും ആ ഒരു റിലേഷൻഷിപ്പ് ലീവ് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ എന്താണ് ആ സമയത്ത് അവർക്ക് ഫീൽ ചെയ്യുന്ന കാര്യങ്ങൾ, എങ്ങനെയായിരിക്കും ആ ഒരു റിലേഷൻഷിപ്പ് ലീവ് ചെയ്ത് കഴിയുമ്പോൾ അവർ ഫേസ് ചെയ്യുന്ന കുറച്ച് കാര്യങ്ങൾ ഉണ്ടാവില്ല, അവർ ഗോ ത്രൂ ചെയ്യുന്ന കാര്യങ്ങൾ ഉണ്ടാവില്ല. അപ്പൊ അതും കൂടി ആയിരിക്കും നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്യുന്നത്. അപ്പൊ ഈ നാർസിസിസ്റ്റിക് കൊലാപ്സ് സാധാരണയായിട്ട് ചില സന്ദർഭങ്ങളിലാണ് കൂടുതൽ നടക്കുക. അപ്പൊ അങ്ങനെ ഏതൊക്കെയാണ് ആ ഒരു എപ്പോഴാണ് ഇത് ഹാപ്പൻ ചെയ്യാന്നുള്ളത് ഫസ്റ്റ് തന്നെ നമുക്ക് നോക്കാം. അപ്പൊ ഞാൻ കേസസ് വെച്ചിട്ടൊക്കെ എക്സാമ്പിൾസ് വെച്ചിട്ട് ഞാൻ പറഞ്ഞുതരാം. അപ്പൊ ഇത് നമ്മൾ ഈ കാര്യങ്ങൾ കേൾക്കുമ്പോൾ ശരിക്കും നമ്മളിത് കേൾക്കുന്ന സമയം നമ്മളുടെ ചുറ്റും ഇതുപോലെ ഒരാള് സഫർ ചെയ്യുന്നുണ്ടെങ്കിൽ നമ്മളാൽ കഴിയുന്ന വിധം ചിലപ്പോൾ നമുക്ക് പൈസ കൊടുത്ത് ഹെൽപ്പ് ചെയ്യാനോ അല്ലെങ്കിൽ വേറെ എങ്ങനെ ഹെൽപ്പ് ചെയ്യാനൊന്നും പറ്റില്ല. ഓക്കെ, അപ്പോ നമ്മൾ എന്ത് ചെയ്യുക, ഇത് കേട്ടിട്ട് ഇതിന്റെ അറിവ് വെച്ചിട്ടെങ്കിലും നമ്മൾ അവരെ കേൾക്കാൻ റെഡി ആയിട്ടുണ്ടാവുക. അപ്പൊ നമ്മളിങ്ങനെ പുറമേ കാണുന്നതല്ല, മറിച്ച് ഒരാൾ നമ്മളോട് സംസാരിക്കാൻ വരുമ്പോൾ അവരുടെ പ്രശ്നം എന്താന്നുള്ളതെങ്കിലും ചോദിച്ച് അത് മനസ്സിലാക്കാൻ ശ്രമിക്കുക. അതിന് പറ്റുന്ന രീതിയിൽ, ചിലപ്പോൾ അവർക്ക് അറിയാൻ പറ്റുന്നുണ്ടാവില്ല അവരൊരു അബ്യൂസിലാണ്, ഒരു അബ്യൂസ് സൈക്കിളിൽ ട്രാപ്ഡ് ആണെന്നുള്ളതൊന്നും അവർക്ക് അറിയാൻ കഴിയില്ല. അപ്പൊ നമ്മളത് അവർക്ക് പറഞ്ഞു കൊടുക്കാനും കൂടിയിട്ട് വേണ്ടിയിട്ടാണ് നമ്മൾ ഇങ്ങനത്തെ ക്ലാസ്സസ് കണ്ടക്ട് ചെയ്യുന്നത്. ഓക്കെ, അപ്പോ സാധാരണയായിട്ട് ഈ കൊളാപ്സ് എപ്പോഴാണ് ഹാപ്പൻ ചെയ്യുന്നതെന്ന് വെച്ചാൽ ഏറ്റവും ആദ്യത്തേതാണ് റൊമാൻറ്റിക് റിജക്ഷൻ എന്ന് പറയാം. റൊമാൻറ്റിക് റിജക്ഷൻ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഈ ഒരു ഹസ്ബൻഡും വൈഫും കുറെ വർഷങ്ങളായിട്ട് ഇങ്ങനെ ഒരുമിച്ച് ജീവിക്കാന്ന് വിചാരിച്ചു. അപ്പോ ഈ ഹസ്ബൻഡിന് മനസ്സിലായി ഈ വൈഫ് ഓക്കെ അല്ല, എന്തോ വൈഫ് എന്നെ ഭയങ്കരമായിട്ട് എന്നെ ബ്ലെയിം ചെയ്യുന്നുണ്ട്, ഞാൻ ചെയ്യാത്ത കാര്യങ്ങൾക്ക് പോലും ആൾ എന്നെ കുറെ കാര്യങ്ങൾ ഇങ്ങനെ പറയുന്നുണ്ട്, ആൾക്ക് ആളുടെ കാര്യങ്ങൾ മാത്രം കേട്ടാൽ മതി, ആളുടെ ജോലി ആളുടെ കാര്യങ്ങൾ മാത്രം, ഓക്കെ, ആൾക്ക് NPD ആണെന്ന് കേൾക്കാം. അപ്പൊ അങ്ങനെയൊക്കെ സംഭവിക്കുമ്പോൾ ഈ ഹസ്ബൻഡിന് അത് മനസ്സിലായി. അപ്പൊ ഹസ്ബൻഡ് മനഃപൂർവ്വമായിട്ട് തന്നെ ആ ഒരു റിലേഷൻഷിപ്പിന് ലീവ് ചെയ്യാനായിട്ട് ശ്രമിക്കുക. ഓക്കെ, അതല്ലാന്നാണെങ്കിൽ എന്റെ പാർട്ട്ണർ ഇങ്ങനെയാണെന്ന് മനസ്സിലാക്കി കഴിയുമ്പോൾ കുറെ പാർട്ട്നേഴ്സ് എന്തായിരിക്കും ചെയ്യുക, അവര് നമ്മളിങ്ങനെ പ്രൊവോക്ക് ചെയ്യാനൊക്കെ നോക്കുമ്പോൾ നമ്മള് പ്രൊവോക്ഡ് ആവില്ല. കാരണം നമുക്കറിയാലോ അവരിങ്ങനെയാണെന്നുള്ളത് അറിയാം. അപ്പൊ നമ്മൾ പ്രൊവോക്ഡ് ആവില്ല. നമ്മൾ അവരെ എന്ത് ചെയ്യും, റിയാക്ട് ചെയ്യുന്നതൊക്കെ നമ്മൾ അങ്ങ് നിർത്തും, റെസ്പോണ്ട് ചെയ്യുന്നതും റിയാക്ട് ചെയ്യുന്നതൊക്കെ നമ്മൾ അവിടെ സ്റ്റോപ്പ് ചെയ്യും. ഇല്ലെങ്കിൽ ചില പാർട്ട്നേഴ്സ് ചില ഇതിൽ സംഭവിക്കുന്ന വെച്ചാൽ അവര് മറ്റൊരു പാർട്ട്ണറിനെ അന്വേഷിച്ചു പോകും, കാരണം അവരിതിൽ സാറ്റിസ്ഫൈഡ് അല്ലാത്തതുകൊണ്ട്. അങ്ങനെയും കേസസ് വരാറുണ്ടല്ലോ. അപ്പൊ ഈ രീതിയിൽ ഒരു റിജക്ഷൻ സംഭവിച്ചു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ആ ടൈമിൽ ഈ കൊളാപ്സ് ഉണ്ടാവാനുള്ള ചാൻസ് കൂടുതൽ. അപ്പൊ ഇതുപോലെ അവരുടെ കൂടെയുള്ള പാർട്ട്ണർ തന്നെ റിജക്റ്റ് ചെയ്യുകയാണെന്ന് തോന്നി തുടങ്ങുമ്പോൾ, കൂടെയുള്ള ആള് എന്നെ റിജക്റ്റ് ചെയ്യുകയാണെന്ന് തോന്നി തുടങ്ങുന്ന സമയം ആൾക്ക് ഈ കൊളാപ്സ്, ആ ഒരു സമയം ആള് പല രീതിയിലുള്ള ബിഹേവിയേഴ്സ് പുറമെ കാണിക്കാൻ തുടങ്ങും. കാരണം എന്താ, ഈ പാർട്ട്ണർ ഇത്രയും നാൾ ഈ കൂടുന്ന പാർട്ട്ണറിൽ നിന്നായിരിക്കും ആൾക്ക് എന്ത് കിട്ടിയിട്ടുണ്ടാവും, ആളുടെ ഒരു സപ്ലൈ സോഴ്സ് എന്ന് തന്നെ പറയാം അല്ലെ, ആൾക്ക് വേണ്ട കാര്യങ്ങളൊക്കെ കിട്ടുന്ന ഒരു സോഴ്സ് ആയിരുന്നു ആ ഒരു പാർട്ട്ണർ എന്ന് പറഞ്ഞാൽ. അപ്പോ റിജക്ഷൻ എന്ന് പറയുന്നത് ഈ റിജക്ഷൻ എന്ന് പറയുന്നത് കുറെ പേരുടെയും എന്താ പറയാ ഒരു ഡീപ്പസ്റ്റ് ആയിട്ടുള്ള ഫിയറാ, എന്നെ അവര് വേണ്ടാന്ന് പറയുന്ന സമയം. കാരണം എന്താ, ആ ടൈമിൽ അവരെ നമ്മൾ ഉപേക്ഷിച്ച് പോകുന്നത് സ്നേഹം കൊണ്ടിട്ടുള്ള ആ ഒരു സങ്കടം കൊണ്ടല്ല, അല്ലെങ്കിൽ ആ ഒരു പേടി എല്ലാവർക്കും വരുന്നേ, പകരം ഈ കൺട്രോൾ ചെയ്യാൻ എനിക്കിനി ആരുണ്ട്, ഞാൻ പവർലെസ് ആയി പോകും എന്നുള്ള തോന്നലുകളായിരിക്കും അവർക്ക് കൂടുതൽ ഉണ്ടാവുക. അപ്പൊ അങ്ങനെയുള്ള സമയത്ത് അവരുടെ മനസ്സിൽ എന്തായിരിക്കും, അവരുടെ ഉള്ളില് അവർക്ക് എന്ത് ധൈര്യം ഉണ്ടായിട്ട് അവർ എന്റെ അടുത്ത് നിന്ന് വിട്ടു പോണേ, ഇങ്ങനത്തെ തോന്നലുകളായിരിക്കും. അല്ലെങ്കിൽ ഞാൻ ഇവിടെ ഇങ്ങനെ വെറുതെ ഇരിക്കുകയാണോ, വെറുതെ ആൾക്കാർ വരാ പോവാ, അങ്ങനത്തെ ഫീലിംഗിലാണോ എല്ലാവരും ഉള്ളത്, ഇല്ലെങ്കിൽ ഞാൻ അത്ര പോരേ എന്നുള്ളൊരു ചിന്ത അവരുടെ ഇന്റേണലി ചിലപ്പോൾ അവർക്ക് വരാം. പക്ഷെ ഒരിക്കലും അവർ അങ്ങനെ തോന്നി അവർ കറക്റ്റ് ചെയ്യുമെന്ന് നമ്മൾ വിചാരിക്കരുത്. കറക്റ്റ് ചെയ്യുന്നതൊക്കെ വളരെ ചുരുക്കം ചില ആളുകൾ മാത്രമായിരിക്കും.
അപ്പൊ അങ്ങനെ വരുമ്പോ അവരുടെ ബിഹേവിയർ നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ, നമ്മളപ്പോ ഒരു പാർട്ട്ണർ ഒന്ന് ആലോചിച്ച് നോക്കുക, രണ്ടുപേരുണ്ട്. അപ്പൊ ഒരാൾക്ക് മനസ്സിലായി മറ്റേ ആള് ഓക്കെ അല്ല, ആൾക്ക് ഇങ്ങനെയൊക്കെ ആണെന്ന് മനസ്സിലായി. അപ്പോ ലീവ് ചെയ്യാനായിട്ട് ശ്രമിക്കുകയാണ്. അപ്പോ ഈ നാർസിസിസ്റ്റിക് ആയിട്ടുള്ള ആൾ എന്ത് ചെയ്യും? ആള് ബെഗ് ചെയ്യാൻ നോക്കും, എന്റെ കൂടെ ഒന്ന് എന്നൊന്ന് സ്നേഹിക്കാവോ, അല്ലെങ്കിൽ എന്നെ വിട്ടു പോവല്ലേ എന്നൊക്കെ ആദ്യം പറയും. ഇല്ലെങ്കിൽ സ്നേഹം ഉണ്ടെന്ന് പറഞ്ഞ് അഭിനയിക്കുക, അത്രയും നാളില്ലാത്ത എല്ലാ സ്നേഹം കൂടിയിട്ടായിരിക്കും ആൾ അഭിനയിച്ചുകൊണ്ടിരിക്കുക. ഇല്ലെങ്കിൽ ഫോൾസ് അപ്പോളജീസ് പറയാം, ഞാൻ അങ്ങനെ ചെയ്തത് തെറ്റായി പോയി, നീ എന്നോട് ക്ഷമിക്കണം, ഞാൻ ഇനി ഒരിക്കലും അങ്ങനെ ചെയ്യില്ല, ഞാൻ പെട്ടെന്ന് അറിയാതെ ചെയ്തു പോയതാണ്, നീ അതങ്ങനെ കാര്യമായിട്ട് എടുക്കല്ലേ, ഞാൻ അറിയാതെ ചെയ്തതാണ് എന്നുള്ള രീതിയിലായിരിക്കും. ഇല്ലെങ്കിൽ അവർക്കൊരു റിവെഞ്ച് ചെയ്യണം എന്നുള്ളൊരു തോന്നലായിരിക്കും, നമ്മൾ എങ്ങനെയെങ്കിലും ഉപദ്രവിക്കാന്നുള്ളൊരു തോന്നൽ അവർക്ക് ഉണ്ടാവാറുണ്ട്. ഇല്ലെങ്കിൽ പറയും ഞാൻ സൂയിസൈഡ് ചെയ്യും, അല്ലെങ്കിൽ ഞാൻ സൂയിസൈഡ് ചെയ്യുന്ന കാരണം നീയാണ്, കാരണം നീ ഇല്ലാണ്ട് എനിക്ക് ജീവിക്കാൻ പറ്റില്ല, കാരണം അത്രയും ഞാൻ നിന്നെ സ്നേഹിക്കുന്നുണ്ട്. ഇല്ലെങ്കിൽ ഭയങ്കരമായിട്ട് നമ്മൾ വിളിച്ചിട്ട് കരയും. അത്രയും നാള് കരയാത്തൊരു മനുഷ്യൻ പിന്നെ നമ്മൾ വിളിച്ചിട്ട് ഭയങ്കര കരച്ചിലാണ്. അല്ലെങ്കിൽ അവര് എന്നെ നമ്മൾ പല വഴിയിലും അറിയിക്കാനായിട്ട് ശ്രമിക്കും, അവര് എല്ലാവരിൽ നിന്നും ഐസൊലേറ്റഡ് ആയി എന്നൊക്കെ ഉള്ളത്. ആ രീതിയിലുള്ള ബിഹേവിയേഴ്സ് ഒക്കെയാണ് സാധാരണ അവര് കാണിക്കുക. ഇപ്പോ വേറൊരു ഒരു എക്സാമ്പിൾ ഇതിൽ നോക്കിക്കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ, ഒരു ഹസ്ബൻഡും വൈഫ്. അപ്പോ ഇവരുടെ ഒരു വർഷമായി ഇവര് കല്യാണം കഴിഞ്ഞിട്ട്. ഒരു വർഷമായിട്ട് ഈ ഹസ്ബൻഡ് നാർസിസ്റ്റിക് പേഴ്സണാലിറ്റി ഉള്ള ഒരാളാണ്. അപ്പൊ ആളുടെ അടുത്ത് നിന്ന് കുറെ ഈ വൈഫ് സഫർ ചെയ്തിട്ടുണ്ട്. പക്ഷെ ഈ വൈഫിന് എന്ത് ചെയ്യണം എന്നൊന്നും അറിയാതെ ഇങ്ങനെ നിൽക്കുക. കുറെയൊക്കെ സഹിച്ചു, കുറെ ഫിസിക്കലി, സെക്ഷലി, മെന്റലി ഒക്കെ കുറെ ടോർച്ചറിങ്ങും അബ്യൂസും ഒക്കെ ആള് സഹിച്ചിങ്ങനെ നിർണയിച്ചു. അങ്ങനെ ആ ഒരു ടൈം, ഒരു 1 ഇയർ, അത്രയും നാളാള് കൂടെ നിന്നിട്ട് ഈ സഫർ ചെയ്തുകൊണ്ടിരിക്കുക. അങ്ങനെ പെട്ടെന്നാണ് ഈ NPD എന്താണ് അങ്ങനത്തെ കാര്യങ്ങളൊക്കെ ആൾ അറിഞ്ഞു തുടങ്ങിയത്. അപ്പോൾ ആൾക്ക് മനസ്സിലായി ഇത് ഒരിക്കലും ഇതിനെ ഓക്കെ ആക്കാൻ പറ്റില്ല, കാരണം അത്രത്തോളം ആള് അനുഭവിച്ചു കഴിഞ്ഞു. പോരാത്തതിന് പാർട്ട്ണറിന് മൾട്ടിപ്പിൾ അഫയേഴ്സ് ഉണ്ടായിരുന്നു, അങ്ങനെ കുറെ പ്രശ്നങ്ങളുണ്ട്, ആളത് നേരിട്ട് കണ്ടിട്ടുണ്ട്, അങ്ങനെ കുറെ കാര്യങ്ങളുണ്ട്. അപ്പോ ഇതൊക്കെ മനസ്സിലാക്കിയതിനു ശേഷം ആ ഒരു പെൺകുട്ടി ആളോട് പറയണം, എനിക്ക് ഈ ബന്ധം ഇനി തുടരാനായിട്ട് താല്പര്യമില്ല, എനിക്കിനി ഇത് പറ്റില്ല, നമുക്കിത് ഇവിടെ വെച്ച് നിർത്താം, ഡിവോഴ്സിനുള്ള കാര്യങ്ങൾ ചെയ്യാന്നൊക്കെ പറഞ്ഞ സമയത്ത് ആ ടൈമിൽ അവിടെ എന്താ സംഭവിച്ചേ? ആ പാർട്ട്ണർ റിജക്ട് ചെയ്യല്ലേ. അപ്പൊ അത് ആളെന്താ ചെയ്തെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, ഈ വൈഫിന്റെ വീട്ടിലേക്ക് പോയി. അതിനുശേഷമുള്ള ആളുടെ ഫേസ്ബുക്കിലെ പോസ്റ്റിൽ മൊത്തം ഉള്ള പോസ്റ്റ് എന്ന് പറയുന്നത് വൈഫിനെ പറ്റിയിട്ടുള്ള ഓരോ കാര്യങ്ങളാ. എന്ന് വെച്ചാൽ അതില് ഉണ്ടായിരുന്ന ഒരു കാര്യം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ, നിനക്ക് ഞാൻ എല്ലാം നൽകി, അവസാനം നീ എന്നെ ഒറ്റയ്ക്കാക്കിയിട്ട് നീ പോകുവാണല്ലേ, ആ രീതിയിൽ. ഓക്കെ, അപ്പോ നീ ഇതുവരെയും എന്നോട് കാണിച്ചതൊക്കെ കള്ളങ്ങളായിരുന്നു, ഇനിയെങ്കിലും ഈ സമൂഹം നിന്നെ അറിയണം, ഈ ലോകം ഇതറിയണം, സത്യം എന്താണെന്ന് അറിയണം, പുറമേ കാണുന്ന നീ അല്ല, നീ വളരെ മോശമായിട്ടുള്ള ഒരു സ്ത്രീയാണെന്ന് ലോകം അറിയണം എന്നൊക്കെ പറഞ്ഞിട്ട് ആളിങ്ങനെ പോസ്റ്റ് ഇട്ടോണ്ടിരിക്കുക. ഓക്കെ, ഈ പോസ്റ്റ് ഇങ്ങനെ ഓരോ പ്രാവശ്യം ഇടുമ്പോ അത് കാണാൻ കുറെ ചുറ്റുപാടുള്ള ആളുകളൊക്കെ ഉണ്ടായിരുന്നു. അപ്പോ ആൾക്ക് എന്താ, ആളവിടെ ചെയ്തോണ്ടിരിക്കുന്ന എന്താ, ഈ വൈഫ് റിജക്ട് ചെയ്തു എന്ന് അറിഞ്ഞപ്പോ തുടങ്ങി ആൾ അതിനുള്ള റിവെഞ്ച് ആയിട്ടുള്ള കാര്യങ്ങൾ ചെയ്യാം. അപ്പൊ ചിലപ്പോ ആളുകൾ അങ്ങനെ ആയിരിക്കും ചെയ്യുക, ഇല്ലെങ്കിൽ എന്ത് ചെയ്യും, ഭയങ്കരമായിട്ട് ഇങ്ങനെ കരഞ്ഞു കാല് പിടിക്കുന്ന പോലെ തിരിച്ചു വാന്നൊക്കെ പറഞ്ഞിട്ടായിരിക്കും അവര് വിളിക്കുന്നത്, ഇല്ലെങ്കിൽ സൂയിസൈഡൽ ത്രെറ്റ്സ് ചെയ്യാം. അപ്പൊ ഇതാണ് ഏറ്റവും ആദ്യം ഈ നാർസിസിസ്റ്റിക് കൊളാപ്സ് നടക്കുന്ന ഒരു സിറ്റുവേഷൻ എന്ന് പറയുന്നത് ഈ റൊമാൻറ്റിക് റിജക്ഷൻ ആണ്. ഏറ്റവും ഫസ്റ്റ് വരുന്നത് റൊമാൻറ്റിക് റിജക്ഷൻ ആണ്. അവിടെയാണ് കൂടുതലും ഈ ആളുകൾ ഇങ്ങനത്തെ ബിഹേവിയർ കാണിക്കുക. ഓക്കെ, ക്ലിയർ ആവുന്നുണ്ടോ? ഓക്കെ മാം, ക്ലിയർ ആണ്. ഓക്കെ, ഇനി രണ്ടാമത് വരുന്നൊരു ഒരു സിറ്റുവേഷൻ എന്ന് പറയുന്നത് പബ്ലിക് ഹ്യൂമിലിയേഷൻ അല്ലെങ്കിൽ എക്സ്പോഷർ. ഓക്കെ, എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇയാള് പറഞ്ഞ, ഓക്കെ, ഇത് മെയിൽസിനാണെങ്കിലും ഫീമെയിൽസിനാണെങ്കിലും ഉണ്ടാവും, പിന്നെ ഞാൻ പറയുമ്പോൾ അങ്ങനെ പറയുന്നുള്ളൂ കേട്ടോ, അപ്പൊ ജസ്റ്റ് നിങ്ങൾ അങ്ങനെ മാത്രം കൺസിഡർ ചെയ്യാം. അപ്പോ ആളെ പറ്റിയിട്ടുള്ള കള്ളങ്ങള്, ആള് പറഞ്ഞ കള്ളങ്ങള്, ആള് ആരും അറിയാതെ ചെയ്തിരുന്ന ചില കാര്യങ്ങള്, ഓക്കെ, ആളുടെ അബ്യൂസീവ് ആയിട്ടുള്ള ബിഹേവിയർ പബ്ലിക്ലി റിവീൽ ആയിപ്പെട്ടു എന്ന് തോന്നൽ വരില്ലേ? ഓക്കെ, ഇല്ലെങ്കിൽ അവരുടെ തെറ്റുകളൊക്കെ സോഷ്യൽ മീഡിയാസിൽ കാണാണ്, അല്ലെങ്കിൽ മറ്റുള്ളവർ കണ്ടുകൊണ്ടിരിക്കുക.
അങ്ങനത്തെ ഫീല് വരുമ്പോ അല്ലെങ്കിൽ അങ്ങനെ അവർ മനസ്സിലാക്കുമ്പോൾ അവർക്ക് ഈ കൊളാപ്സ് സംഭവിക്കാറുണ്ട്. ചിലര് ഇവരുടെ ഈ അബ്യൂസ് എന്ത് ചെയ്യും, നമ്മൾ റെക്കോർഡ് ചെയ്യും. റെക്കോർഡ് ചെയ്തിട്ട്, കാരണം ആരും വിശ്വസിക്കുന്നില്ല, നമ്മൾ പറഞ്ഞിട്ട് ആരും ഇത് വിശ്വസിക്കുന്നില്ല, ഇയാൾ ഇങ്ങനെയാന്ന് പറഞ്ഞാൽ ആരും വിശ്വസിക്കില്ല. അപ്പൊ നമ്മൾ ഈ റെക്കോർഡ് എടുത്തിട്ട് ഓരോരുത്തർ ഇങ്ങനെ കേൾപ്പിച്ചു കൊടുക്കുക അല്ലെങ്കിൽ കാണിച്ചു കൊടുക്കുക. അപ്പൊ ആ സമയത്ത് അയാൾ അറിഞ്ഞു, ഓക്കെ ഇതിങ്ങനെ ചെയ്യുന്നുണ്ടെന്ന് അറിഞ്ഞു കഴിയുമ്പോഴത്തേക്കും അവിടെ ഒരു കൊളാപ്സ് സംഭവിക്കും. കാരണം എന്താ, ഈ പബ്ലിക് ഷെയിം എന്ന് പറയുന്നത്, അവര് ആ മാസ്ക് ഇട്ട് നടക്കുന്ന തന്നെ എന്തിനു വേണ്ടിയിട്ടാ, അവർക്കൊരു സുപ്പീരിയർ ഫീല് വേണം, എല്ലാവരുടെയും മുന്നിൽ ഞാനാണ് ഏറ്റവും വലിയ ആള്, അല്ലെ, അങ്ങനത്തെ ഒരു ഫീല് കിട്ടാനാണ് അവർ നടക്കുന്നത്. അപ്പൊ ആ സമയത്ത് പബ്ലിക്ലി ഇവരുടെ കാര്യങ്ങളൊക്കെ ഇങ്ങനെ റിവീൽ ആവുമ്പോൾ അവർക്ക് കൊളാപ്സ് സംഭവിക്കും. അവർക്ക് പിന്നെ എന്ത് ചെയ്യാൻ പറ്റില്ല, അത്രയും നാള് അവരായിരുന്നു കൺട്രോൾ ചെയ്തുകൊണ്ടിരുന്നത്, എങ്ങനെ മറ്റുള്ളവർ എന്നെ കാണണമെന്നുള്ളത് അയാളാണ് കൺട്രോൾ ചെയ്തിരുന്നെങ്കിൽ ഇപ്പൊ ആളുടെ കള്ളങ്ങളും ബാക്കി ബിഹേവിയർ ഒക്കെ മറ്റുള്ളവർ അറിഞ്ഞു തുടങ്ങുമ്പോൾ ആളുടെ ഉള്ളിലെ പേടി എന്താ, ഞാൻ ഇനി എങ്ങനെ മറ്റുള്ളവരെ കൺട്രോൾ ചെയ്യും, ഓക്കെ അവരെന്നെ എങ്ങനെ കാണണം എന്നുള്ളത് ഞാൻ ഇനി എങ്ങനെ ആയിരിക്കും അവരെ കൺട്രോൾ ചെയ്യുക, അങ്ങനത്തെ തോന്നലുകൾ വരുമ്പോൾ അവിടെ ഒരു കൊളാപ്സ് സംഭവിക്കും. അപ്പോൾ സാധാരണ അവർ ചെയ്യുന്ന കാര്യം എന്ന് പറഞ്ഞാൽ പെട്ടെന്ന് പബ്ലിക്കിൽ നിന്ന് ഇങ്ങനെ വാനിഷ് ആവുക. ഇപ്പൊ ഒരു ജോലി സ്ഥലത്തു നിന്നാണെങ്കിൽ പെട്ടെന്ന് ഇങ്ങനത്തെ കാര്യങ്ങളൊക്കെ വരാം, അപ്പൊ തന്നെ ആൾ എന്ത് ചെയ്യും, ആ ജോലി അവിടെ നിർത്തിയിട്ട് ആൾ കുറച്ച് നാളത്തേക്ക് ആ ഒരു സ്ഥലത്തെ ഉണ്ടാവില്ല, പെട്ടെന്ന് അവിടെ നിന്ന് മാറിക്കളയാം. അല്ലെങ്കിൽ ഇത് പറഞ്ഞത് ആരാണോ അവരെ അറ്റാക്ക് ചെയ്യാനായിട്ട് ശ്രമിക്കുക. ഓക്കെ, ആരാണോ പറഞ്ഞു കൊടുത്തത് അല്ലെങ്കിൽ ആളുടെ കള്ളങ്ങളും അബ്യൂസീവ് ബിഹേവിയേഴ്സ് ഒക്കെ പുറമെ കാണിച്ചു കൊടുത്തത് ആരാണോ അവരെ അറ്റാക്ക് ചെയ്യാനായിട്ട് ശ്രമിക്കുക എന്നുള്ളതാണ്. കാരണം അവർക്ക് അവരുടെ ആ ഒരു ഇമേജിനെ തകർക്കാൻ ആരെയും അവര് സമ്മതിക്കില്ല. ഓക്കെ, പിന്നെ ഉള്ളതെന്ന് പറഞ്ഞാൽ അവര് തന്നെയാണ് വിക്ടിം എന്നുള്ള രീതിയിൽ അവര് പ്ലേ ചെയ്യുക. ഓക്കെ, എല്ലാവരും എന്നെ മനഃപൂർവ്വം ടാർഗറ്റ് ചെയ്യാണ്, കല്യാണം കഴിഞ്ഞപ്പോ തന്നെ ആളുടെ ഫാമിലിക്ക് അല്ലെങ്കിൽ അവന്റെ ഫാമിലിക്ക് എന്നെ ഇഷ്ടമല്ലായിരുന്നു, അപ്പൊ ഈ ഒരു അവസരം അവര് മുതലാക്കി മനഃപൂർവ്വം വീട്ടുകാരൊക്കെ കൂടി പറഞ്ഞിട്ട് എന്നെ ടാർഗറ്റ് ചെയ്യാണ്. ഓക്കെ, ഞാനാണ് വിക്ടിം, അത് നിങ്ങൾ എല്ലാവരും മനസ്സിലാക്കണം എന്നൊക്കെ പറഞ്ഞിട്ട് ആ രീതിയിൽ ചിലപ്പോൾ അവർ ബിഹേവ് ചെയ്തിരിക്കാം. അല്ലെങ്കിൽ ആ പറഞ്ഞ ആളുണ്ടല്ലോ, ഇപ്പൊ ആളെ പറ്റിയിട്ട് ഇങ്ങനെ ആളുടെ കാര്യങ്ങളൊക്കെ പുറത്തേക്ക് പറഞ്ഞ ഒരു വ്യക്തി ഉണ്ടാവില്ലേ, ആ വ്യക്തി ഓക്കെ അല്ലാത്തൊരു വ്യക്തിനെ പോലെ ആയിരിക്കും പുറമേ കാണിക്കുക. പുറമെ അവർ പറഞ്ഞുകൊണ്ടിരിക്കുന്ന ആ രീതിയിലായിരിക്കും. ആ പറഞ്ഞ ആള് നുണ പറയാണ് അല്ലെങ്കിൽ നമ്മളോട് എന്തോ ദേഷ്യം ഉണ്ടായിരുന്നു എന്നൊക്കെ പറഞ്ഞ് അവർ തന്നെ കുറെ സ്റ്റോറീസ് ഉണ്ടാക്കി ആ രീതിയിലായിരിക്കും അവരിത് പുറത്തേക്ക് പറയാം. ഓക്കെ, പിന്നെ അതുപോലെ തന്നെ ഇവർക്ക് ഒട്ടും ഇങ്ങനെ സഹിക്കാൻ പറ്റുന്നില്ല എന്നൊക്കെ വന്നു കഴിയുമ്പോഴേക്കും, കാരണം അവരുടെ ഇമേജ് കൊളാപ്സ് ആവല്ലേ, അപ്പൊ അതിന് മുന്നേ അവരെന്ത് ചെയ്യും, ചില കേസുകളിൽ അവര് തന്നെ പോയിട്ട് കംപ്ലൈന്റ് രജിസ്റ്റർ ചെയ്യും. പോലീസ് സ്റ്റേഷനിൽ പോയിട്ട് കംപ്ലൈന്റ് രജിസ്റ്റർ ചെയ്യുന്നതും കാണാറുണ്ട്. കാരണം അതൊരു ഫോൾസ് കംപ്ലൈന്റ് ആണ്, കുറച്ച് ദിവസത്തേക്കെങ്കിലും ആ വിക്ടിമിനെ കുറച്ച് ടെൻഷനിലാക്കുക, കുറച്ച് വെറീസ് കൊടുക്കുക, ആൾക്ക് സമാധാനം കിട്ടരുത് എന്നുള്ള തോന്നലിൽ ആൾ അങ്ങനെ ചെയ്യുന്നവരുണ്ട്. ഇപ്പൊ കുറെ നമ്മൾ ഈ NPD കേസസ് ഒക്കെ എടുത്തു നോക്കിക്കഴിഞ്ഞാലും ഈ ഡിവോഴ്സിന് വേണ്ടിയിട്ട് ആദ്യമേ തന്നെ ഇവർ തമ്മിൽ ഭയങ്കര പ്രശ്നങ്ങളായിരിക്കും, മ്യൂച്വൽ ഡിവോഴ്സ് എന്നൊക്കെ പറഞ്ഞിട്ട് നിൽക്കായിരിക്കും. പക്ഷെ ഏറ്റവും ആദ്യം ഇപ്പൊ വന്ന കേസുകളൊക്കെ നോക്കിക്കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ചിലപ്പോൾ ഹസ്ബൻഡ് ആദ്യമേ കൊണ്ട് കേസ് ഫയൽ ചെയ്യും, മ്യൂച്വൽ അല്ലാതെ കേസ് ഫയൽ ചെയ്യും. അതിനുശേഷം അതില് എഴുതി ഒരു 4-5 കേസിലും സിമിലർ ആയിട്ടുള്ള കാര്യങ്ങൾ തന്നെയായിരുന്നു അവർ മെൻഷൻ ചെയ്തിരുന്നത്. ഈ പാർട്ട്ണർ മെന്റലി ഇല്ലാണെന്ന് പറഞ്ഞിട്ടാണ് കുറെ ഇതിലും കൊടുത്തിരുന്നത്. അപ്പോ അത് പിന്നെ അതിൽ നിന്ന് അവർക്ക് ഡിവോഴ്സും കാര്യങ്ങളൊക്കെ കിട്ടും. പക്ഷെ ആ രീതിയിൽ എത്രത്തോളം ആ ഒരു വിക്ടിമിനെ ടെൻഷൻ ആക്കാൻ പറ്റുമോ, അല്ലെങ്കിൽ മറ്റുള്ളവരുടെ മുൻപിൽ ആളെങ്ങനെ ഒരു മോശപ്പെട്ട രീതിയിലാക്കാൻ പറ്റുമോ അത്രയും രീതിയിൽ അവരാക്കാനായിട്ട് ശ്രമിച്ചുകൊണ്ടിരിക്കും. കാരണം അവരുടെ ഇമേജിനെ ബാധിക്കാതിരിക്കാൻ വേണ്ടി. അവരുടെ ഇമേജിനെ ബാധിച്ചു എന്ന് തോന്നുമ്പോൾ തന്നെ അവരെന്ത് ചെയ്യും, അതിനേക്കാളും വലിയ പ്രശ്നങ്ങളായിരിക്കും ആ ഒരു വിക്ടിമിന് അവർ പിന്നെയും ക്രിയേറ്റ് ചെയ്ത് കൊടുക്കുക. ഓക്കെ, അപ്പൊ അതാണ് പബ്ലിക് ഹ്യൂമിലിയേഷൻ എന്ന് പറയുന്ന ഒരു സിറ്റുവേഷനിൽ അവർക്ക് കൊളാപ്സ് ആവുന്ന കാര്യം. പിന്നെയുള്ളതാണ് കരിയറിൽ എന്തെങ്കിലും പ്രശ്നങ്ങൾ വരുമ്പോൾ. ഓക്കെ, ഇപ്പൊ ഒരു ജോലിക്ക് പോകുന്ന സ്ഥലത്ത് അവിടുത്തെ ഒരു ഓഫീസർ അവരെ ഫയർ ചെയ്യാണ്, എല്ലാവരുടെയും മുന്നിൽ വെച്ചിട്ട് ഫയർ ചെയ്യാണ്, അല്ലെങ്കിൽ നിങ്ങൾ ചെയ്തത് ശരിയല്ല, അല്ലെങ്കിൽ പബ്ലിക്ലി എല്ലാവരുടെയും മുന്നിൽ വെച്ചിട്ട് പറയാണ് നിങ്ങൾ ഇത് നന്നായിട്ട് ചെയ്യുന്നതാണ് പ്രതീക്ഷിച്ചത്, പക്ഷെ നിങ്ങൾക്ക് ചെയ്യാൻ പറ്റിയില്ല, ഞങ്ങൾ അങ്ങനെ വിചാരിച്ചത് ഒരു തെറ്റായിരുന്നു എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ അത് അവർക്ക് പ്രശ്നങ്ങൾ ഉണ്ടാക്കും.
കാരണം അവരുടെ മനസ്സിൽ എപ്പോഴും എന്താ, അവരാണ് ഏറ്റവും സക്സസ്ഫുൾ ആയിട്ടുള്ള ആളുകൾ. അവരോട് നമ്മൾ സംസാരിക്കുമ്പോൾ അവര് തന്നെ നമ്മളോട് പറയുന്ന കാര്യമാണ്, നിങ്ങൾക്കൊന്നും എന്നോട് സംസാരിക്കാനുള്ള യോഗ്യത പോലും ഇല്ല, കാരണം ഞാൻ അത്രയും സക്സസ്ഫുൾ ആയിട്ട് ഉള്ള ആളാ. അപ്പൊ എന്നോട് സംസാരിക്കണമെങ്കിൽ നിങ്ങൾ അതുപോലത്തെ ഒരാളായിരിക്കണം എന്നൊക്കെ അവർ ചിലപ്പോൾ പറയാറുണ്ട്. അപ്പൊ സക്സസ്ഫുൾ എന്നൊരു കാര്യത്തിലാണ് അവരുടെ ഐഡന്റിറ്റി ടൈ ചെയ്തിരിക്കുന്നത്, അല്ലെ? അപ്പൊ ഓഫീസിൽ നിന്നൊക്കെ ഇങ്ങനെ കേൾക്കാണ്, ചെയ്യുന്നത് ശരിയല്ല, അല്ലെങ്കിൽ ഫയർ ചെയ്യാണ് എല്ലാവരുടെ മുന്നിൽ വെച്ചാൽ ചെയ്യുമ്പോൾ ഇവര് ഈ ടൈ ചെയ്തേക്കുന്ന ഈ കാര്യത്തിൽ ഒരു പ്രശ്നം വരല്ലേ. അപ്പൊ ആ സമയങ്ങളിൽ അവരുടെ ഐഡന്റിറ്റി ലോസ് ആവുന്ന പോലത്തെ ഒരു തോന്നൽ അവരിൽ ഉണ്ടാവും. അപ്പൊ അതും ഈ ഒരു കൊളാപ്സിന് ഒരു കാരണമാണ്. അപ്പൊ അവരുടെ മനസ്സിൽ അവരുടെ ഒരു ഇന്റേണൽ എക്സ്പീരിയൻസ് നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ അവരുടെ മനസ്സിൽ അവർ തോന്നുന്ന കാര്യം എന്ന് പറഞ്ഞാൽ, ഞാനിപ്പോ എന്നെ എല്ലാവരുടെ മുന്നിൽ വെച്ചിട്ട് ഇവരിങ്ങനെ പറഞ്ഞു, അപ്പൊ ഞാൻ ഓർഡിനറി ആയി പോയില്ലേ, ഞാനൊരു സാധാരണ മനുഷ്യനായി പോയില്ലേ എന്നുള്ളതായിരിക്കും അവരെ സംബന്ധിച്ച് അവർക്ക് ഏറ്റവും പ്രശ്നമുള്ള കാര്യം. അല്ലാതെ ഞാൻ ചെയ്ത മിസ്റ്റേക്കിന് അവരെന്നെ വഴക്ക് പറഞ്ഞതാണ്, അല്ലെങ്കിൽ അതിനെന്നെ ഫയർ ചെയ്തതാണ്, അത് ഞാൻ കുറച്ചും കൂടി ബെറ്റർ ആയിട്ട് ചെയ്തു കൊടുക്കണം എന്നുള്ളതല്ല. അവരെന്നെ ഫയർ ചെയ്തു, അപ്പൊ ഞാൻ സാധാരണ ഒരു മനുഷ്യനായി. ഞാൻ അങ്ങനെ നിൽക്കുന്ന ഒരാളല്ല, ഞാൻ സക്സസ്ഫുൾ ആയിട്ടുള്ള ആളാണ്. പക്ഷെ എനിക്കത് ഈ സമയത്ത് ഇവരിങ്ങനെ പറഞ്ഞത് കാരണം എന്റെ കയ്യിൽ നിന്ന് പോവാന്നുള്ളൊരു തോന്നൽ വരും. പിന്നെ കൂടെ ജോലി ചെയ്യുന്നവരില് നന്നായിട്ട് ജോലി ചെയ്യുന്ന ആളുകൾ ഉണ്ടെങ്കിൽ അവരോട് ഭയങ്കരമായിട്ടുള്ള ദേഷ്യം കാണിക്കും. ചിലരെങ്ങനെയാന്ന് വെച്ചാൽ അവരുടെ കൂടെ നിന്ന് അവർ ചെയ്യുന്ന ജോലികളിലൊക്കെ ഓരോ മിസ്റ്റേക്സ് ഉണ്ടാക്കും. എന്നിട്ട് അവരെങ്ങനെങ്കിലും ആ ഒരു ഓഫീസിൽ നിന്ന് പുറത്താക്കാനുള്ള കാര്യങ്ങളായിരിക്കും ചെയ്യുക. കാരണം അവർക്ക് പവർ വേണം. ഓക്കെ, അങ്ങനെ സംഭവിക്കാറുണ്ട്. പിന്നെ ആരായിക്കോട്ടെ, ഈ ആരാണോ ഇവരെ ഫയർ ചെയ്തത് അവരെ പറ്റിയിട്ട് മോശമായിട്ടുള്ള കാര്യങ്ങൾ പുറത്ത് പറഞ്ഞു നടക്കുക, ഇതൊക്കെയാണ് സാധാരണയായിട്ട് അവര് ചെയ്യുന്ന കാര്യങ്ങൾ. അപ്പോ സഡൻ ആയിട്ട് അവരെന്ത് ചെയ്യും, ഇങ്ങനെ ഒരു പ്രശ്നം നടന്നു കഴിഞ്ഞാൽ, അല്ലെങ്കിൽ ഇവരെ പബ്ലിക്കിൽ ഇങ്ങനെ എല്ലാവരുടെയും മുന്നിൽ വെച്ചിട്ട് ഇങ്ങനെയൊക്കെ പറഞ്ഞു കേൾക്കുമ്പോൾ തന്നെ അവർ ചെയ്യുന്ന കാര്യം എന്ന് വെച്ചാൽ സഡൻ ആയിട്ട് അതിനെ ചേഞ്ച് ചെയ്യുക. ഇപ്പൊ ജോബ് ആണെങ്കിൽ അത് ചേഞ്ച് ചെയ്യുക, പിന്നെ പബ്ലിക്കിന് മുന്നിൽ ഓരോ ജസ്റ്റിഫിക്കേഷൻസ് കൊടുക്കുക, പിന്നെ ആ വർക്ക് ചെയ്ത കമ്പനിക്കെതിരെ ആരോപണങ്ങൾ ഉന്നയിക്കുക, അവിടെ ഇങ്ങനെ നടക്കുന്നുണ്ട്, അവിടെ അങ്ങനെയാണ്, അവിടെ സാലറി ഒന്നും കൊടുക്കുന്നില്ല, ആളുകൾ വന്നിട്ട് പോയിക്കൊണ്ടിരിക്കുക, ആ മാനേജർക്ക് എന്ത് മോശമായിട്ടുള്ള ആളാണെന്ന് അറിയോ, എനിക്കറിയില്ല ഞാൻ എങ്ങനെ അവിടെ പിടിച്ചു നിന്നുള്ളത്. അപ്പൊ ഇവർക്ക് ആ കമ്പനിയുടെ ആ മോശമായിട്ട് പറയാൻ വേണ്ടി ഇവർ എങ്ങനത്തെ രീതിയിൽ വേണമെങ്കിലും അഭിനയിച്ച കാര്യങ്ങൾ പറയും. ഓക്കെ, അങ്ങനെ പറഞ്ഞു ലാസ്റ്റ് അവിടെ ഒരാള് എത്തിക്കാത്ത വിധം പോലും ആക്കാനായിട്ട് അവരെ കൊണ്ട് പറ്റും. കാരണം അത്രത്തോളം അവര് സംസാരിച്ച ആളുകളെ ആ രീതിയിലേക്ക് കൊണ്ടുവരാൻ പറ്റുന്ന ആളുകളാണ്. ഓക്കെ, പിന്നെ അതുപോലെ തന്നെ അവര് കുറെ ഇങ്ങനെ അറ്റംപ്റ്റ് എടുത്തുകൊണ്ടിരിക്കും. കാരണം അവരുടെ സ്റ്റോറി വീണ്ടും സക്സസ്ഫുൾ ആണെന്ന് മറ്റുള്ളവർ പറയിപ്പിക്കാൻ വേണ്ടിയിട്ട് അവർ ഓരോ കാര്യങ്ങളും ചെയ്യും. അത് ചിലപ്പോ എല്ലാം പോസിറ്റീവ് ആവണം തന്നെ ഇല്ല, നെഗറ്റീവ് ആയിട്ടുള്ള രീതിയിൽ കൂടെ ആണെങ്കിൽ പോലും അവരെ സക്സസ്ഫുൾ ആക്കാനായിട്ട് അവര് ശ്രമിച്ചുകൊണ്ടേയിരിക്കും. ഓക്കെ, അപ്പൊ അങ്ങനെ കരിയർ റിലേറ്റഡ് ആയിട്ടുള്ള പ്രശ്നങ്ങൾ വരുന്ന സമയത്തും ഇതുപോലെ അവര് കൊളാപ്സ് ആവാറുണ്ട്. ഓക്കെ, ക്ലിയർ ആവുന്നുണ്ടോ? യെസ് മാം. ഓക്കെ മാം, ക്ലിയർ ആണ്. ഓക്കെ, ഇനി നെക്സ്റ്റ് വരുന്നൊരു കാര്യമാണ് ലൂസിങ് സപ്ലൈ. എന്ന് വെച്ചാൽ നമുക്ക് മനസ്സിലായി ആളോട് എത്ര പറഞ്ഞിട്ടും കാര്യമൊന്നുമില്ല, ആൾ ഇങ്ങനെയാണ്, ഇങ്ങനത്തെ സ്വഭാവമാണ്, നമുക്ക് ചേഞ്ച് ചെയ്യാൻ പറ്റുന്നില്ല. കാരണം അവരൊക്കെ കുറെ സഫർ ചെയ്ത് മതിയായി നിൽക്കുന്നവരായിരിക്കും. അപ്പൊ അവരെന്ത് ചെയ്യും, നമ്മൾ ഈ വീഡിയോസിലൊക്കെ കാണുന്ന പോലെ അവർ പറയുന്ന പോലെ, ഇപ്പൊ നമ്മൾ തന്നെ വെബിനാർസിൽ പറഞ്ഞിട്ടുണ്ടായിരുന്ന ഒരു കാര്യമാണ് നമ്മൾ അവരായിട്ട് ഒരു ബൗണ്ടറി സെറ്റ് ചെയ്യാനൊക്കെ ഉള്ളത്, അല്ലെ? അങ്ങനെ സംഭവിക്കുമ്പോ പക്ഷെ ഇതൊക്കെ ചെയ്യുമ്പോഴും നമ്മൾ അവരുടെ ഓരോ കാര്യങ്ങൾ ഇങ്ങനെ നോട്ട് ചെയ്തിട്ട് വേണം ചെയ്യാൻ. അപ്പൊ ആ ഒരു പാർട്ട്ണർ ബൗണ്ടറി സെറ്റ് ചെയ്യുന്നതായിട്ട് ഇവർക്ക് തോന്നാണെന്ന് വിചാരിച്ചോ, ഇല്ലെങ്കിൽ എന്തൊക്കെ ഞാൻ പറഞ്ഞിട്ടും അവിടെ നിന്ന് ഒരു റിയാക്ഷനും വരുന്നില്ല. അവരുടെ റിയാക്ഷനിൽ നിന്ന് വേണം എനിക്ക് ആ ആളെ പറ്റിയിട്ടുള്ള ബാക്കി കാര്യങ്ങൾ കിട്ടാന്ന് പറഞ്ഞിട്ടായിരിക്കും അവർ നിൽക്കുക. പക്ഷെ നമ്മൾ ഇവിടെ നമ്മളുടെ നല്ലതിന് വേണ്ടിയിട്ട് നമ്മൾ എന്ത് ചെയ്തുകൊണ്ടിരിക്കുകയായിരിക്കും, ബൗണ്ടറി സെറ്റ് ചെയ്ത് ആള് പറയുന്ന കാര്യങ്ങൾ ഒന്നും ശ്രദ്ധിക്കാതെ എന്റെ കാര്യങ്ങൾ നോക്കുക, ഷോർട്ടായിട്ട് ആൻസർ പറയാ, അങ്ങനെയൊക്കെ നമ്മൾ ചെയ്തുകൊണ്ടിരിക്കുകയായിരിക്കും. ആദ്യമൊന്നും അത് അവർ നോട്ടീസ് ചെയ്തില്ലെങ്കിലും പിന്നെ അങ്ങോട്ട് കണ്ടിന്യൂസ് ആകുമ്പോൾ ചില സമയങ്ങളിൽ ചില ആളുകൾ അത് നോട്ടീസ് ചെയ്യും, അത് കൊളാപ്സിലേക്ക് പോവാറുണ്ട്. കാരണം അവരെ സംബന്ധിച്ച് അവരിങ്ങനെ കൺട്രോൾ ചെയ്യില്ലേ, അതിൽ അവർ ഭയങ്കര ഹാപ്പി. അവരുടെ ഇമോഷണൽ ലൈഫ് ലൈൻ എന്ന് പറയുന്നത് തന്നെ ഈ കൺട്രോളിങ്. അപ്പോ ആ കൺട്രോളിങ് അവരുടെ കൈവിട്ട് പോകുവാണെന്ന് തോന്നിക്കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ
അത് ഈ കൊളാപ്സിലേക്ക് നയിക്കും. കാരണം അവരെ സംബന്ധിച്ച് അവരായിരിക്കണം എല്ലാം കൺട്രോൾ ചെയ്യേണ്ടത്. ഇപ്പൊ നമ്മൾ ഈവൻ അവരോട് സംസാരിക്കുന്ന സമയത്താണെങ്കിലും നമുക്കൊരു കാര്യം അവരോട് കറക്റ്റ് ആയിട്ട് പറയാൻ ചിലപ്പോൾ പറ്റിയെന്ന് വരില്ല. കാരണം അവർ നമ്മളോട് ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ എടുത്ത് പറഞ്ഞുകൊണ്ടിരിക്കും, ഞാൻ കൺട്രോൾ ചെയ്യും, ഞാൻ ഇങ്ങനെയാണ്, ഞാൻ ഭയങ്കര സക്സസ്ഫുൾ ആയിട്ടുള്ള ആളാണ്, ഞാനായിട്ട് എന്റെ ആറ്റിറ്റ്യൂഡാണ് ഇത്, ഇതിനൊന്നും എനിക്ക് ചേഞ്ച് ചെയ്യാൻ പറ്റുന്നില്ല, നിങ്ങൾക്ക് വേണമെങ്കിൽ നിങ്ങൾ ചേഞ്ച് ചെയ്തെന്നൊക്കെ ആയിരിക്കും അവര് ചില സമയങ്ങളൊക്കെ സംസാരിക്കാം. അപ്പോ ഈ ബൗണ്ടറീസ് സെറ്റ് ചെയ്ത് കഴിയുമ്പോഴത്തേക്കും അവർക്ക് ഇതുപോലത്തെ കൊളാപ്സ് ഉണ്ടാവാറുണ്ട്. അവരുടെ ആ ഒരു പവർ എന്ന് പറഞ്ഞാൽ അവർക്ക് ആ കൺട്രോൾ പവർ അങ്ങനെയുള്ള കാര്യങ്ങളാണ് അവർക്ക് ഏറ്റവും ആവശ്യമായിട്ട് ഉള്ളത്. അപ്പൊ അത് അവരുടെ കൈ വിട്ട് പോവാണെന്ന് തോന്നിക്കഴിയുമ്പോഴേക്കും ഇങ്ങനെയുള്ള പ്രശ്നങ്ങൾ ഉണ്ടാവും. അപ്പോ അവരുടെ ഉള്ളിലത്തെ ഫീലിംഗ് എന്താന്ന് വെച്ചാൽ ഇവരെന്താണ് എന്നോട് റിയാക്ട് ചെയ്യാതെ, എന്താ ഇവർ റെസ്പോണ്ട് ചെയ്യാത്തെ, എനിക്ക് അവരെ ഞാൻ പറയുന്നത് കേട്ടിട്ട് അവര് ഒബേ ചെയ്യിക്കാൻ എന്നെ കൊണ്ട് സാധിക്കുന്നില്ലല്ലോ എന്നായിരിക്കും അവരുടെ ഉള്ളിലത്തെ ഒരു ഇന്റേണൽ പ്രോസസ് എന്ന് പറയാം. ഓക്കെ, അവരെ എനിക്ക് ഒബേ ചെയ്യിപ്പിക്കാൻ പറ്റുന്നില്ലല്ലോ എന്നുള്ളൊരു ഫീൽ ആയിരിക്കും അവർക്ക് ഉണ്ടാവും. അപ്പൊ അതിനു വേണ്ടിയിട്ട് അവരെന്ത് ചെയ്യും, അവരെന്നെ ഇങ്ങനെ നമ്മളുടെ ഉള്ളിൽ ഒരു ഗിൽറ്റി ഫീലിംഗ് ഉണ്ടാക്കാനായിട്ട് ഇങ്ങനെ ട്രൈ ചെയ്തുകൊണ്ടിരിക്കും. നീ എന്നെ ഒഴിവാക്കാണല്ലേ എന്നൊക്കെ പറഞ്ഞിട്ട്, ഇത്രയും നാള് നിന്റെ കൂടെ ഉണ്ടായിരുന്നില്ലേ, നമ്മൾ തമ്മിൽ വഴക്കൊക്കെ ഉണ്ടായിട്ടുണ്ട്. ചിലപ്പോ ഞാൻ ഈ പറയുന്ന സെന്റൻസസ് കുറെ ആളുകളും അവരുടെ പാർട്ട്നേഴ്സിനോടൊക്കെ പറഞ്ഞത് തന്നെയാ. നീ എന്നെ ഒഴിവാക്കാണല്ലോ, ഇത്രയും നാള് നമ്മൾ കൂടെ ഉണ്ടായിരുന്നു, പക്ഷെ നമ്മൾ തമ്മിൽ വഴക്കുണ്ടായിട്ടുണ്ട്, ഞാൻ നിന്നെ ഉപദ്രവിച്ചിട്ടുണ്ട്, ശരിയാണ്, പക്ഷെ അതിനർത്ഥം എനിക്ക് നിന്നെ ഇഷ്ടമില്ല എന്നാണോ, നിനക്ക് അങ്ങനെ എപ്പോഴാ തോന്നിയിട്ടുള്ളത്, നീ അല്ലേ ഇപ്പൊ എന്നെ ഉപേക്ഷിച്ചു പോകുന്നത്, ഞാൻ ഒരിക്കലും നിന്നെ ഉപേക്ഷിച്ചു പോയിട്ടില്ല, ആളുകൾ നോക്കുമ്പോഴും നീയാണ് എന്നെ ഉപേക്ഷിക്കുന്നത്, നിനക്ക് അത്രയും സ്നേഹമുള്ള എന്നോടെന്നൊക്കെ ചോദിക്കും. അപ്പൊ നമ്മൾ ആ ഗിൽറ്റി ഫീലിംഗിലേക്ക് കൊണ്ടെത്തിക്കാനായിട്ട് അവർ ശ്രമിക്കും. പിന്നെ അതുപോലെ കുറെ ദിവസത്തേക്ക് നമ്മളെ കോണ്ടാക്ട് ചെയ്ത് ഒരു സൈലന്റ് ട്രീറ്റ്മെന്റ് ആയിരിക്കും അവർ ചിലപ്പോൾ ചെയ്യാം. അപ്പൊ അവിടെ പറ്റുന്ന ഒരു പ്രശ്നം എന്താന്ന് വെച്ചാൽ, ഓൾറെഡി ആ ഒരു റിലേഷനിൽ നിൽക്കുന്ന പാർട്ട്ണറിന് അറിയാം അതിന്റെ കൂടെയുള്ള ആൾ ഇങ്ങനെ ആണെന്നുള്ളത്. ഓക്കെ, അവർക്ക് അറിയാം, അവർ സഫർ ചെയ്ത് മതിയായിട്ടിരിക്കാം, പക്ഷെ എന്നാൽ പോലും അവർ ഈ കോണ്ടാക്ട് ഇല്ലാണ്ടായി കഴിയുമ്പോ ഇവരുടെ ഉള്ളിൽ ടെൻഷനാ, ഇനി അടുത്തത് എന്താ സംഭവിക്കാൻ പോണേ, ഇനി എന്താ ചെയ്യാന്നൊക്കെ ഉള്ളൊരു ടെൻഷൻ വരും. അപ്പൊ അങ്ങനത്തെ ഒരു ബിഹേവിയർ ആ ഒരു സൈഡിൽ നിന്ന് ഉണ്ടാവും, ഒരു സൈലന്റ് ട്രീറ്റ്മെന്റ് ഉണ്ടാവും. പിന്നെ അതുപോലെ മനഃപൂർവ്വമായിട്ട് ഒരു ക്രൈസിസ് ഉണ്ടാക്കാണ്, മനഃപൂർവ്വമായിട്ടൊരു സിറ്റുവേഷൻ ഉണ്ടാക്കിയിട്ട് അവരെ തിരികെ കൊണ്ടുവരാനായിട്ട് ശ്രമിക്കുക. അതിനെന്തും ചെയ്യാൻ അവർ തയ്യാറാണ്. മനഃപൂർവ്വമായിട്ട് അവരിങ്ങനെ ചിലപ്പോ എന്തെങ്കിലും സംഭവിച്ചെന്നൊക്കെ പറഞ്ഞ് അവരെ തിരിച്ചു കൊണ്ടുവരാനായിട്ട് അവരിങ്ങനെ ശ്രമിച്ചുകൊണ്ടിരിക്കും. ഓക്കെ, അപ്പൊ അതിന്റെ ഒരു എക്സാമ്പിൾ പറഞ്ഞിട്ടുണ്ടെങ്കിലേ, ഒരു പെൺകുട്ടി ഉണ്ടായിരുന്നു. അപ്പൊ ആള് ഈ ഇതുപോലത്തെ ഒരു നാർസിസ്റ്റിക് ആയിട്ടുള്ള ഒരു ഹസ്ബൻഡ് ആയിരുന്നു ആൾക്ക് ഉണ്ടായിരുന്നെ. അപ്പൊ ഇങ്ങനെ ആൾക്ക് ഇതൊക്കെ മനസ്സിലായി അതിൽ നിന്ന് പുറത്തേക്ക് വരണം എന്ന് തോന്നി ഇരിക്കുന്ന ഒരു സാഹചര്യത്തില് പെട്ടെന്ന് ഒരു സൈലന്റ് ട്രീറ്റ്മെന്റ്. അപ്പൊ ഒരു മെസ്സേജ് അയക്കുമായിരുന്നു, രണ്ടുപേരും സെപ്പറേറ്റഡ് ആയിട്ട് നിൽക്കുകയാണെങ്കിൽ പോലും മെസ്സേജ് അയക്കും ഇടയ്ക്കൊക്കെ. അപ്പോ പെട്ടെന്ന് ഒരു ദിവസം മുതൽ മെസ്സേജ് ഒന്നും വരുന്നില്ല, 2-3 ദിവസത്തേക്ക് മെസ്സേജ് ഇല്ല. പക്ഷെ ഇവിടെ ഈ പെൺകുട്ടി എന്ന് പറഞ്ഞ ആൾ അതിൽ നിന്ന് റിക്കവർ ചെയ്യാൻ പറ്റുന്നത്രയും ഇങ്ങനെ ശ്രമിച്ചുകൊണ്ടിരിക്കുക. ആ ശ്രമിച്ചുകൊണ്ടിരിക്കുന്നതിന്റെ കൂട്ടത്തിലാണ് അവിടെ ഒരാള് ഒരു മെസ്സേജ് അയക്കുന്നില്ല, കോൾ ചെയ്യുന്നില്ല, അതൊക്കെ അങ്ങനെ നിൽക്കുന്നത്. അപ്പൊ ഒരു രീതിയിൽ നമ്മൾ നോക്കുമ്പോൾ നമ്മൾ എന്താ പറയാ, നല്ല കാര്യം, ഇതാകുമ്പോഴത്തേക്കും അവള് ഇനി ആളുടെ കൂടെ പോകില്ലല്ലോ എന്നൊക്കെ നമ്മൾ കരുതിയിരിക്കും. പക്ഷെ അവരുടെ ഉള്ളില് ആ ആള് മെസ്സേജ് അയക്കുന്നത് അവർക്ക് ഓക്കെയാണ്, ഇത്രയും സഫർ ചെയ്തെങ്കിലും ചിലപ്പോൾ അത് കാണുമ്പോൾ അവർക്കത് സെപ്പറേറ്റ് ചെയ്ത് തന്നെ നിൽക്കാം. പക്ഷെ അത് കാണുമ്പോൾ ചിലപ്പോൾ അവർക്കൊരു സന്തോഷം കിട്ടുന്ന ആളുകളും ഉണ്ട്. അപ്പൊ ഈ വ്യക്തി എന്ത് ചെയ്തു എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, മെസ്സേജ് അയക്കാതിരുന്നല്ലോ, കുറച്ചു ദിവസം മെസ്സേജ് ഒന്നും അയക്കാതിരുന്നു. അപ്പൊ ആള് ആള് അബ്രോഡാണ്. എന്നിട്ട് ആള് ഹോസ്പിറ്റലിൽ ആയിട്ടുള്ളൊരു ഫോട്ടോ അയച്ചു കൊടുത്തു, ഫ്രണ്ടിനെ കൊണ്ട് വിളിപ്പിച്ചു, എന്നിട്ട് പറഞ്ഞൊരു മെഡിക്കൽ എമർജൻസി ആണ് എന്നൊക്കെ പറഞ്ഞിട്ട് ഫോട്ടോസ് അയച്ചു കൊടുത്തു. അപ്പൊ എന്ത് പറ്റിയെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, ഒരു സെപ്പറേറ്റഡ് ആണ്, ഡിവോഴ്സ്ഡ് അല്ല. അപ്പൊ ആൾക്ക് ഈ സഫറേഴ്സ് ഇല്ലേ, ഇവർക്ക് ഇതിൽ നിന്ന് പുറത്തേക്ക് വരാൻ നന്നായിട്ട് ഇവർക്ക് നമ്മൾ സ്പേസും ടൈമും കൊടുക്കണം. കാരണം ഈ പെട്ടെന്നൊന്നും അവർക്ക് അതിൽ നിന്ന് റിക്കവർ ചെയ്ത് വരാൻ പറ്റില്ല, സമയം എടുക്കും. നന്നായിട്ട് തന്നെ ഒരു 6 months എങ്കിലും ടൈം എടുത്താലാണ് പൂർണ്ണമായിട്ട് നമുക്ക് അതിൽ നിന്ന് ഹീൽ ചെയ്ത് പുറത്തേക്ക് വരാൻ പറ്റാന്ന് പറയാം. ചിലർക്ക് അതിന്റെ മുമ്പും നടക്കുന്നുണ്ട് കേട്ടോ. അപ്പൊ ഇതില് എന്താ പറ്റുന്ന വെച്ചാൽ, ഇങ്ങനെ ഒരാളെ ആക്സിഡന്റിന്റെ ഫോട്ടോസും കാര്യങ്ങളൊക്കെ അയച്ചു തരുമ്പോഴേക്കും ഇവരുടെ മനസ്സിൽ എന്താ, ആൾക്ക് എന്താ പറ്റുക, എനിക്കിഷ്ടമല്ല, അല്ലെങ്കിൽ എനിക്ക് ആളുടെ കൂടെ ജീവിക്കാൻ പറ്റില്ല, പക്ഷെ എന്നാലും ആൾക്ക് എന്താ സംഭവിക്കാന്നുള്ളൊരു ടെൻഷൻ അവരുടെ ഉള്ളിലുണ്ടാവും. ഇല്ലെങ്കിൽ പിന്നെ ആള് മെസ്സേജ് അയക്കുന്ന രീതി ഇങ്ങനെ ആയിരിക്കും, അവരെ ഇൻസൾട്ട് ചെയ്തുകൊണ്ടായിരിക്കും. നീ എന്നെ ശ്രദ്ധിക്കാത്തത് കൊണ്ടാണ് ഞാൻ ഇങ്ങനെ ആയത്, നീ എന്നോട് അന്ന് മെസ്സേജ് അയച്ചിട്ട് നീ എന്നെ വേണ്ടാന്ന് പറഞ്ഞില്ലേ,
അല്ലെങ്കിൽ ഞാൻ എത്രത്തോളം നിന്നോട് സംസാരിച്ചിട്ട് നീ എന്റെ ഒരു മെസ്സേജിന് പോലും നീ എനിക്ക് റിപ്ലൈ തന്നില്ല, അതിന്റെ ടെൻഷനിൽ ഞാൻ വണ്ടി ഓടിച്ച് പോയപ്പോഴാണ് എനിക്കിത് ഉണ്ടായത് എന്നൊക്കെ പറഞ്ഞിട്ട് അവര് മനഃപൂർവ്വമായിട്ട് ആ സിറ്റുവേഷൻ ഉണ്ടാക്കുകയാണ്. അപ്പൊ എന്തിനു വേണ്ടിയിട്ടാ? അങ്ങനെ സിറ്റുവേഷൻ ഉണ്ടാക്കുമ്പോഴേക്കും ഇവർ തിരിച്ചു വരും എന്നുള്ളത് ഇവർക്ക് അറിയാം. അവര് പറയുന്ന ഒരു കാര്യമാണ്, ഈ നാർസിസ്റ്റിക് ആയിട്ടുള്ള ആളുകളോട് നമ്മൾ സംസാരിക്കുമ്പോൾ അവര് ഏറ്റവും ഷുവർ ആയിട്ട് പറയുന്ന ഒരു കാര്യമുണ്ട്. ആ ആ പാർട്ട്ണർ പോയാ തിരിച്ചു വരും, ഞങ്ങൾക്ക് ഉറപ്പുണ്ട്. അങ്ങനെ പോവില്ല എന്ന് പറയും. കാരണം അവർക്കത് അറിയാം, ആ രീതിയിലാണ് അവരെ ആക്കി വെച്ചിട്ടുണ്ടാവുക. ഓക്കെ. അപ്പോ ഈ ലോസിങ് സപ്ലൈ എന്നുള്ളതും ഈ ഒരു കൊളാപ്സിലേക്ക് നയിക്കുന്ന ഒരു ഫാക്ടറാണ്. പിന്നെ ഉള്ളതാണ് കമ്പാരിസൺ. ഓക്കെ. കമ്പാരിസൺ അല്ലെങ്കിൽ ഒരു കോമ്പറ്റീഷൻ ഒക്കെ പോലെ. അപ്പൊ അതിൽ ട്രിഗർ ചെയ്യുന്ന കാര്യം എന്ന് പറഞ്ഞാൽ നമ്മളുടെ കൂടെയുള്ള അല്ലെങ്കിൽ നമ്മുടെ ഒരു ബ്രദർ അല്ലെങ്കിൽ നമ്മുടെ ഫ്രണ്ട്, കോ വർക്കർ, അപ്പൊ ആൾക്ക് തോന്നാണ് മറ്റുള്ളവര് ഈ ബ്രദറിനെയാണ് അല്ലെങ്കിൽ എന്റെ ഫ്രണ്ടിനെയാണ് കൂടുതൽ അഡ്മയർ ചെയ്യണേ. ഓക്കെ. ആളാണ് സക്സസ്ഫുൾ എന്ന് പറയുന്നത്, ആൾക്കാണ് കുറെ പേര് ഇങ്ങനെ പുറകെ നടക്കുന്നതെന്നൊക്കെ തോന്നി തുടങ്ങിയിട്ടുണ്ടെങ്കിൽ ആ സമയത്തും ഇത് കൊളാപ്സ്. കാരണം അവർക്ക് സഹിക്കാൻ പറ്റാത്ത മറ്റൊരു കാര്യമാണ് ഈ അവരുടെ ചുറ്റുമുള്ള ഒരു ഓഡിയൻസ് ഉണ്ടല്ലോ, അവരുടെ അഡ്മിറേഷൻ മറ്റൊരാളിലേക്ക് ആവുന്നത് അവരെ സംബന്ധിച്ച് കുറച്ച് ബുദ്ധിമുട്ടുള്ള കാര്യം. അവർക്ക് അത് അക്സെപ്റ്റ് ചെയ്യാൻ പറ്റില്ല. അപ്പൊ അതുകൊണ്ട് തന്നെ അവർക്ക് ഫീൽ ചെയ്യുന്ന എന്താന്ന് വെച്ചാൽ ഞാൻ ഇൻവിസിബിൾ ആണോ, അതെന്താ ആർക്കും എന്നെ വേണ്ടാത്തത് എന്നുള്ളൊരു ഫീല് വരും. അതൊന്നും നമ്മൾ ഈ സങ്കടപ്പെട്ട് പറയുന്ന പോലെ അല്ല, ആ ഒരു അഡ്മിറേഷൻ അവർക്ക് വേണം. പിന്നെ അതുപോലെ അവർക്കായിരിക്കണം, എത്ര പേരുണ്ടെങ്കിലും അവരായിരിക്കണം ഏറ്റവും ആ ഒരു റൂമിൽ ഏറ്റവും ബെസ്റ്റ് എന്നാണ് അവരുടെ ഉള്ളിലത്തെ ഒരു ഫീല് പറയാം. ഓക്കെ. അപ്പൊ ആ ഒരു കാര്യം കൂടി അവർക്ക് ആ ടൈമിലുണ്ട്. അപ്പൊ അവരുടെ ഉള്ളില് ഭയങ്കര ഒരു ദേഷ്യമായിരിക്കും. ഈ ആരെയാണോ കൂടുതൽ ആളുകൾ അഡ്മയർ ചെയ്യുന്നത് അവരോടൊരു വല്ലാത്തൊരു ദേഷ്യം വരും. പിന്നെ അതുപോലെ തന്നെ അവർക്ക് തന്നെ ഒരു കൺഫ്യൂഷൻ ആവും. അവര് ബെറ്റർ ആണെങ്കിൽ പിന്നെ ഞാനാരാ എന്നുള്ളൊരു കൺഫ്യൂഷൻ അവർക്ക് വരും. അപ്പൊ അവരെന്ത് ചെയ്യും? അവരെങ്ങനെങ്കിലും തകർത്തിട്ട് അവരെക്കാളും വലിയ ആളാവാനായിട്ട് ഇങ്ങനെ ശ്രമിക്കും. അങ്ങനെ ഒരു ഇന്റേണൽ എക്സ്പീരിയൻസ് അവരിൽ കാണിക്കുന്നുണ്ട്. ഓക്കെ. അപ്പോ ഇതില് നമ്മളൊരു എക്സാമ്പിൾ നോക്കിക്കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഒരു ദിവസം ഒരു ഹസ്ബൻഡും വൈഫും അവർ പുറത്തു പോയേക്കാം. അപ്പൊ ഇതേപോലത്തെ ഒരു ലൈഫ് തന്നെ ആയിരുന്നു, കുറെ പ്രശ്നങ്ങളും പ്രോബ്ലംസ് ഒക്കെ ആയിട്ട്. അത് ആകെ കല്യാണം കഴിഞ്ഞിട്ട് 4-ാമത്തെ ആഴ്ച ആയിട്ടുള്ളൂ. അപ്പൊ അവര് രണ്ടാളും പിന്നെ ഹസ്ബൻഡിന്റെ വീട്ടുകാരും ഉണ്ടായിരുന്നു. അപ്പൊ അവര് കാറിലൊരു പരിപാടിക്ക് വേണ്ടിയിട്ട് പോയി. അപ്പൊ അവരിങ്ങനെ പോകുന്ന സമയത്ത് ഇവിടെ റെസിഡൻസ് അസോസിയേഷനിൽ ഒരു കോള് വന്നേക്കാണ്. ഹസ്ബൻഡിനെ വിളിച്ചിട്ട് പറഞ്ഞു വൈഫിനോട് ഒന്ന് പാടാൻ പറയൂ, ഇങ്ങനെ മീറ്റിംഗ് ഉണ്ട്, അപ്പൊ ആളോട് പരിപാടിയാണ്, അപ്പൊ പാടാൻ പറയുമെന്ന് ചോദിച്ചു. അപ്പൊ ഹസ്ബൻഡ് പിന്നെന്താ എന്ന് പറഞ്ഞിട്ട് അവര് പറഞ്ഞു വൈഫിന് ഫോൺ കൊടുക്കാൻ പറഞ്ഞിട്ട് വൈഫിന് ഫോൺ കൊടുത്ത് വൈഫ് സംസാരിച്ചു വരാന്നൊക്കെ പറഞ്ഞു. അതിനുശേഷം ഇവര് രാത്രി ഒരു 7 മണി 8 മണി ആയപ്പോഴേക്കാണ് ഈ റെസിഡൻസ് അസോസിയേഷന്റെ പരിപാടിക്ക് അവിടെ എത്തിയത്. അവിടെ ചെന്നപ്പോഴേക്കും ആള് പാട്ട് പാടി. അപ്പൊ അത് ഒരിക്കലും ആള് എക്സ്പെക്ട് ചെയ്തിരുന്നില്ല. കാരണം ആളുടെ മനസ്സില് റെസിഡൻസിന് ഇതല്ലേ ആകെ കുറച്ച് പേരുണ്ടാവും എന്നൊക്കെ വിചാരിച്ചോണ്ടിരുന്നത്. പക്ഷെ ഇഷ്ടംപോലെ ആളുകൾ ആ ഒരു പരിപാടിക്ക് വന്നിട്ടുണ്ടായിരുന്നു. വൈഫ് പാട്ട് പാടിയതിനു ശേഷം കുറേ നേരം, ഓക്കെ, ജസ്റ്റ് ഒന്ന് കൈയടിച്ചിട്ട് നിർത്തല്ല, കുറെ നേരം ആളുകൾ കൈയടിച്ചു, വിസിലടിച്ചു, എല്ലാവരും അപ്രീഷിയേറ്റ് ചെയ്തു, മൈക്കിലൂടെ വിളിച്ചു പറഞ്ഞു ഇത്രയും നന്നായിട്ട് പാടിയതിന്. അപ്പൊ ഇതൊക്കെ കേട്ട് ആളിങ്ങനെ സന്തോഷമായിട്ട് വരാം. അപ്പൊ എല്ലാവരും വൈഫ് സ്റ്റേജിൽ നിന്ന് ഈ ഹസ്ബൻഡിന്റെ അടുത്തേക്ക് നടന്നു വരുന്നത് വരെ ഓരോരുത്തർ വന്ന ആൾക്ക് ഇങ്ങനെ ഷെയ്ക്കാണ്ട് കൊടുത്തോണ്ടിരിക്കുക, നന്നായിട്ട് പാടി എന്നൊക്കെ പറഞ്ഞു. അപ്പൊ ഇതൊക്കെ ഈ ഹസ്ബൻഡ് ഇരുന്ന് കാണുന്നുണ്ട്. അങ്ങനെ ഈ ഹസ്ബൻഡിന്റെ അടുത്ത് നിന്നപ്പോ ഹസ്ബൻഡ് ചിരിക്കുന്നൊന്നുമില്ല, കൈ കെട്ടി ഇങ്ങനെ നിൽക്കാം. അപ്പം എന്താന്ന് വെച്ചപ്പോ ഹസ്ബൻഡ് പറയുന്ന കാര്യം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ, നീ എന്ത് പാടിയെന്നാ നീ പറയണേ? ഇവിടുത്തെ ആൾക്കാർക്ക് പാട്ട് കേൾക്കാനൊന്നും അറിയില്ല, പാട്ട് എന്താണെന്ന് പോലും അവർക്ക് മനസ്സിലാക്കാനായിട്ട് അറിയില്ല. പിന്നെ നിനക്ക് ഇപ്പൊ കിട്ടിയ കയ്യടിയൊന്നും നിനക്ക് കിട്ടേണ്ടതല്ല. അവര് ആദ്യം എന്നെയാണ് ഫോൺ വിളിച്ചിട്ട് പാട്ട് പാടുമെന്ന് ചോദിച്ചു. അപ്പൊ എന്റെ പേരിലാണ് നിന്നെ ഇവിടെ ആളുകൾ അറിയുന്നത്. അപ്പൊ ആ കയ്യടി മുഴുവൻ ഉള്ളത് എനിക്കാണ്, അല്ലാതെ നിനക്കല്ല എന്ന് പറഞ്ഞിട്ട് പിന്നെയുള്ള ഒരു പ്രോഗ്രാംസിനും ആളെ പാടാനായിട്ട് വിട്ടിട്ടില്ല. കാരണം എന്തുകൊണ്ടാ? ആ അഡ്മിറേഷൻ ഫുള്ള് പോയത് ആളുടെ വൈഫിനാണ്, അയാൾക്കല്ല. അപ്പോ ആൾക്ക് പ്രശ്നം വരാൻ തുടങ്ങി. അപ്പൊ അങ്ങനെ ആയപ്പോഴേക്കും ആൾ എന്ത് ചെയ്തു? പെട്ടെന്ന് അങ്ങ് കൺട്രോൾ ചെയ്യാൻ തുടങ്ങി, വൈഫിനോട് പോലും ദേഷ്യം വരാൻ തുടങ്ങി. പിന്നെയും ആള് ചെയ്ത കാര്യം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ, തണുപ്പ് സാധനങ്ങൾ കഴിച്ചിട്ടുണ്ടെങ്കിൽ പാട്ട് പാടാൻ പറ്റില്ല എന്ന് പറഞ്ഞിട്ട് ആള് കോൾഡ് ഐറ്റംസ് മാത്രം വാങ്ങി കൊടുക്കാനായിട്ടൊക്കെ തുടങ്ങി. അങ്ങനെ വരെ ആള്
ചെയ്തിട്ടുണ്ട്. അപ്പൊ അങ്ങനെ എന്ന് വെച്ചാൽ അത് മാസ്ക് ചെയ്തിട്ടാണ് ആള് സ്നേഹത്തോടെ കൊടുക്കുന്നത്. പക്ഷെ ആളുടെ ഉള്ളിൽ എന്തായിരുന്നു, ആള് പാടരുത്, കാരണം അഡ്മിറേഷൻ വേറെ ആരിലേക്കും പോകരുത്, തന്നിൽ തന്നെ വരണം എന്നുള്ളൊരു തോന്നലായിരുന്നു ആൾക്ക് ഉണ്ടായിരുന്നത്. ഓക്കെ, പിന്നെയുള്ള ഒരു ഫാക്ടറാണ് ഫിസിക്കൽ ഏജിങ്. ഓക്കെ, അല്ലെങ്കിൽ നമ്മുടെ ഹെൽത്ത് ഡിക്ലൈൻ ആവുക, ഫിസിക്കൽ ഏജിങ് സംഭവിക്കുക ആ ടൈമിൽ കേട്ടോ. ഇന്നിപ്പോ നമ്മളിങ്ങനെ കണ്ണാടി നോക്കുന്ന സമയം അവർക്ക് തോന്നാണ് ഞാൻ പ്രായമായി തുടങ്ങി, അല്ലെങ്കിൽ എന്റെ അട്രാക്റ്റീവ്നെസ് പോയി തുടങ്ങി, എന്റെ ബോഡി കുറച്ച് ഓക്കെ അല്ല എന്നൊക്കെ തോന്നുമ്പോ അവരെന്നെ പറയാ ഞാനിപ്പോ സ്ട്രോങ്ങർ അല്ലാത്ത പോലെ എനിക്ക് തോന്നുന്നുണ്ട് എന്നൊക്കെ തോന്നുമ്പോ ആ സമയത്തും കൊളാപ്സ് സംഭവിക്കാറുണ്ട്. ഇപ്പൊ ആരെങ്കിലും അങ്ങനെ പറയുകയാണെങ്കിൽ ഈ പണ്ടത്തെ പോലെ അല്ലല്ലോ ഇരിക്കണേ എന്നൊക്കെ ആരെങ്കിലും പറഞ്ഞെന്ന് വിചാരിക്കുക, അല്ലെങ്കിൽ അവരുടെ ആ ഫിസിക്കൽ ഇമേജിനെ പറ്റി ആരെങ്കിലും പറഞ്ഞൊക്കെ വെക്കുമ്പോ അവര് ഏറ്റവും കൂടുതൽ ഒബ്സസ്ഡ് ആയിട്ടുള്ളതാണ് അവരുടെ ഇമേജ് എന്ന് പറയുന്നത്, അല്ലെ? അപ്പൊ അതിന് ആരെങ്കിലും ഇങ്ങനെ പറയുന്ന സമയം അവരോട് ഭയങ്കരമായിട്ടുള്ളൊരു ദേഷ്യം വരും. അതുപോലെ അവരെന്ത് ചെയ്യുന്ന വെച്ചിട്ടുണ്ടെങ്കിൽ അവരുടെ ഉള്ളിലെ മറ്റൊരു പേടി എന്ന് പറഞ്ഞാൽ ഞാനായിരുന്നു ഇത്രയും നാൾ ഇവിടുത്തെ ഒരു സെന്റർ ഓഫ് അട്രാക്ഷൻ, അപ്പൊ എനിക്ക് പ്രായമായി തുടങ്ങിയ ഇനി ആ സ്ഥാനത്ത് വേറൊരാൾ വരുമോ എന്ന് വിചാരിച്ചിട്ട് അവരെന്ത് ചെയ്യുന്ന വെച്ചാൽ എന്തൊക്കെ ട്രീറ്റ്മെന്റ് അവൈലബിൾ ആണോ അതൊക്കെ പോയി ചെയ്യും. ഓക്കെ, കോസ്മെറ്റിക് പ്രൊസീജിയേഴ്സ് എന്തൊക്കെ ഉണ്ടോ അതൊക്കെ ആള് പോയി ചെയ്യും. അതുപോലെ യൂത്ത് ആൾക്കാരില്ലേ അവരോട് ഭയങ്കരമായിട്ടുള്ള ദേഷ്യം ഉണ്ടാവും. ചിലർക്കെന്ന് പറഞ്ഞാൽ അവരെ കാണുന്നത് ദേഷ്യമായിരിക്കും. അപ്പൊ അവര് റോട്ടിലൊക്കെ നിൽക്കുന്നുണ്ടെങ്കിൽ ഇവര് അവരെ പറ്റിയിട്ട് എന്തൊക്കെ മോശമായിട്ട് പറയാൻ പറ്റും അതൊക്കെ പറഞ്ഞ് നെയ്ബേഴ്സിന്റെ സൈഡിലൊക്കെ ഇങ്ങനെ എത്തിച്ചുകൊണ്ടിരിക്കും. അത് ഒരു സൈഡിലുള്ള ആളുകൾ. ചിലവരെങ്ങനെയാന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ആ യൂത്തിന്റെ കൂടെ അവർക്ക് ചിലപ്പോൾ ഇവരോട് സംസാരിക്കണമെന്നൊന്നും ഉണ്ടാവില്ല, പക്ഷെ എന്നാലും ഇവര് അവരുടെ കൂടെ തന്നെ ഇങ്ങനെ നിൽക്കും. അവരെങ്ങനെയാണോ ഡ്രസ്സ് ചെയ്യുന്നത് അതുപോലെ തന്നെ ഡ്രസ്സ് ചെയ്യുക, പിന്നെ അവരെന്താണോ സംസാരിക്കുന്നത് അതുപോലെ സംസാരിക്കാനായിട്ട് ശ്രമിക്കുക, അങ്ങനെയൊക്കെ ചെയ്യും. പിന്നെ ഉള്ളൊരു കാര്യം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അവർക്ക് ആ സെക്ഷൽ വാലിഡേഷൻ കിട്ടണം. ഓക്കെ, അപ്പൊ അവര് പ്രായമായി വരാണ്, അപ്പൊ എനിക്ക് ഇതിനൊന്നും ഇനി എനിക്ക് പ്രാപ്തി ഇല്ല എന്നുള്ളൊരു തോന്നല് വരാതിരിക്കാൻ വേണ്ടി അവര് മൾട്ടിപ്പിൾ പാർട്ട്നേഴ്സിന്റെ അടുത്ത് പോവും. അവർക്ക് അതുപോലെ അവരിൽ നിന്നൊക്കെ ഓക്കെ ആണെന്നുള്ളത് കേൾക്കുമ്പോഴാണ് ആള് ഹാപ്പി ആവും. അപ്പൊ ആ സമയമാകുമ്പോഴേക്കും ആള് നേരത്തെ ഒരാൾ അല്ലെങ്കിൽ രണ്ടാളുടെ അടുത്താണ് അഫയർ എങ്കിൽ ഈ ഒരു ടൈം ആകുമ്പോഴേക്കും ഒരു 5-6 പേരുടെ അടുത്തെങ്കിലും ആള് പോകാൻ ചാൻസ് കൂടുതലാണ്. കാരണം എന്താന്ന് വെച്ചാൽ ആൾക്ക് ആ വാലിഡേഷൻ കിട്ടണം. ആ വാലിഡേഷൻ അപ്പൊ ഒരു പാർട്ട്ണറിൽ നിന്ന് മാത്രമല്ല മറ്റുള്ളവരും എന്നെ അറിയണം, അവരും എന്നെ അവരുടെ അടുത്തുനിന്നും ആ വാലിഡേഷൻ കിട്ടണം എന്നുള്ള തോന്നലായിരിക്കും അവർക്ക് ഉണ്ടാവും. ഓക്കെ, അപ്പൊ അതാണ് ഫിസിക്കൽ ഏജിങ് ആയിട്ട് ബന്ധപ്പെട്ടിട്ടുള്ളത്. പിന്നെ ഉള്ളതാണ് എന്തെങ്കിലും ലീഗൽ പരമായിട്ടുള്ള കാര്യങ്ങള്, ഫിനാൻഷ്യൽ കൊളാപ്സസോ ലീഗൽ കൊളാപ്സസ് ഒക്കെ വരുന്ന സമയത്ത് അവര് കാണിക്കുന്ന അതില് വരുന്ന ചില പ്രശ്നങ്ങൾ. ഇപ്പൊ നോക്കിക്കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഇപ്പോ വൈഫ് ഒരു കംപ്ലൈന്റ് കൊടുത്തു, അതിലാളുടെ മൊത്തം കാര്യങ്ങളും പുറത്തറിയുന്ന ആൾക്ക് മനസ്സിലായി, അങ്ങനെയൊക്കെ സംഭവിക്കുമ്പോഴേക്കും അവരെന്ത് ചെയ്ത് വെച്ചിട്ടുണ്ടെങ്കിൽ വിക്ടിം ക്ലെയിം ചെയ്യും എല്ലാവരുടെയും മുന്നിൽ. അപ്പൊ കേസ് നടക്കുന്ന കോടതിയിലാണ്, സ്റ്റേഷനിലാണ്. അപ്പൊ മറ്റുള്ളവരുടെ മുന്നിൽ നെയ്ബേഴ്സിന്റെ മുന്നിൽ എന്ത് ചെയ്യുന്നുണ്ടാവും, ഒരു പാവാണ്, ഞാനൊരു വിക്ടിം ആണ്, എന്റെ കൂടെ വന്ന ആളാണ് ഇങ്ങനെയൊക്കെ ചെയ്തത് എന്നുള്ള രീതിയിലായിരിക്കും അവര് കാണിക്കാം. ഓക്കെ, പിന്നെ അതുപോലെ തന്നെ അവർക്ക് പേടിയും ഉണ്ടാവും, എല്ലാവരും എന്നെ ടാർഗറ്റ് ചെയ്ത് നിൽക്കുകയാണെന്നുള്ളൊരു തോന്നലും അവർക്ക് ആ സമയത്ത് ഉണ്ടാവും. പിന്നെ അതുപോലെ പല രീതിയിലുള്ള ത്രെറ്റ്സ് അവർ കൊടുക്കും. എന്നുവെച്ചാൽ ആരൊക്കെയാണോ ഇതിന്റെ പിന്നിലുള്ളത് അവരെ ഉപദ്രവിക്കണം എന്നൊക്കെ ഒരു തോന്നൽ അവർക്ക് ഉണ്ടാവും. റിവെഞ്ച് സീക്കിംഗ് ആയിട്ടുള്ള ബിഹേവിയർ അവർ കാണിക്കാൻ തുടങ്ങും. അങ്ങനെ ഒരാള് മെസ്സേജ് അയച്ചതാണ്, ഒരു വൈഫിന് മെസ്സേജ് ഇട്ടതാണ്. വൈഫ് കംപ്ലൈന്റ് കൊടുത്തപ്പോ ആള് മെസ്സേജ് അയച്ചതാണ്, ആൾക്ക് എന്തെങ്കിലും സംഭവിച്ചു കഴിഞ്ഞാൽ നീ ജീവനോടെ ഉണ്ടാവില്ല എന്നൊക്കെ പറഞ്ഞ മെസ്സേജ് അയച്ചു. കുറെ മെസ്സേജ് ഇങ്ങനെ വന്നപ്പോ വൈഫ് ആദ്യമൊക്കെ പിടിച്ചു. പിന്നെ വൈഫ് ഈ മെസ്സേജസ് ഒക്കെ എടുത്തിട്ട് പോലീസ് സ്റ്റേഷനിൽ കൊടുത്തു. ആൾക്കത് പ്രോബ്ലം. അപ്പോ അങ്ങനെയുള്ള രീതിയിൽ എന്ന് വെച്ചാൽ നമ്മളുടെ ജീവന് ഭീഷണിയായിട്ട് അങ്ങനെയുള്ള മെസ്സേജസ് ഒക്കെ അയക്കുക, അങ്ങനെയുള്ള കാര്യങ്ങൾ ചെയ്യുക, അല്ലെങ്കിൽ നമ്മൾ റെപ്യൂട്ടേഷൻ കളയാൻ വേണ്ടിയിട്ട് സോഷ്യൽ മീഡിയാസിൽ നമ്മളെ പറ്റി മോശമായിട്ടുള്ള കാര്യങ്ങൾ പറയാ, അല്ലെങ്കിൽ നമ്മളൊരു കോഴ്സ് ചെയ്യുന്നവരോ ഒരു ജോലി ചെയ്യുന്നവരൊക്കെ ആണെങ്കിൽ അവിടെ വന്നിട്ട് ബഹളം ഉണ്ടാക്കുക, അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ അവരെ ചെയ്യുന്നുണ്ട്. പിന്നെയുള്ളതാണ് എക്സിസ്റ്റൻഷ്യൽ കൊളാപ്സ്. എക്സിസ്റ്റൻഷ്യൽ കൊളാപ്സ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇപ്പൊ അവരൊരു ഫാമിലിയിലായിരിക്കുമ്പോഴേ എപ്പോഴും ഏതെങ്കിലും ഒരു വ്യക്തി ഉണ്ടാവും ആ ഫാമിലിയിൽ ഈ ഒരു വ്യക്തിനെ കൂടുതൽ അഡ്മയർ ചെയ്യുന്നു. ഓക്കെ, അപ്പൊ അങ്ങനെ അഡ്മയർ ചെയ്യുന്ന ആ ഒരു വ്യക്തി പെട്ടെന്ന് മരണപ്പെട്ടു എന്ന് കരുതാം. അങ്ങനെ മരണപ്പെട്ട് കഴിയുമ്പോഴേക്കും അവരെന്താന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അവർക്കത് അക്സെപ്റ്റ് ചെയ്യാൻ കുറച്ച് പാടാണ്. കാരണം
അവര് പോയത് അല്ലെങ്കിൽ അവര് നമ്മളെ വിട്ടു പോയി എന്നുള്ളതിനല്ല, എന്നെ അഡ്മയർ ചെയ്യുന്ന ഒരാള് നഷ്ടമായി, ആ ഒരു തോന്നലാണ് അവർക്ക് കൂടുതലും ഉണ്ടാവുക. അപ്പൊ അങ്ങനെ വരുമ്പോഴേക്കും അവര് പലപ്പോഴും കാണിക്കുന്ന ഒരു ബിഹേവിയർ എന്ന് പറഞ്ഞാൽ സഡൻ ആയിട്ട് സ്പിരിച്വൽ സീക്കിങ്. ഇത് മാത്രമല്ല, എന്തെങ്കിലും പ്രോബ്ലം വരാണെന്ന് തോന്നിക്കഴിഞ്ഞാൽ അത്രയും നാള് ചിലപ്പോൾ പ്രെയർ ഒന്നും ചെയ്യാത്ത ഒരാള് ദിവസവും 3 മണിക്കൊക്കെ എഴുന്നേറ്റ് പ്രാർത്ഥിക്കുക, അങ്ങനെ ഒരു കേസ് ഉണ്ടായിരുന്നു കേട്ടോ. അതില് ഹസ്ബൻഡിന് പ്രശ്നമാവും എന്ന് അറിഞ്ഞ് തുടങ്ങിയപ്പോഴേക്കും ആള് കണ്ടിന്യൂസ് വെളുപ്പിന് 3 മണിക്കൊക്കെ എഴുന്നേറ്റിരുന്ന് പ്രെയർ ചെയ്ത് തുടങ്ങിയ. പക്ഷെ ആള് അത്രയും ആളുടെ കയ്യിൽ നിന്ന് വരുന്ന പ്രവൃത്തികൾ അത്രയും മോശമായിരുന്നു. എന്നാലും ആൾ അങ്ങനെ സഡൻ ആയിട്ടൊരു റിലീജിയസ് ആയിട്ടുള്ള കാര്യങ്ങള് അല്ലെങ്കിൽ സ്പിരിച്വൽ സീക്കിംഗ് ആയിട്ടുള്ള കാര്യങ്ങൾ ചെയ്യുക, പിന്നെ അതുപോലെ തന്നെ അഡിക്ഷൻസിലേക്ക് പോവുക, അങ്ങനെയൊക്കെയുള്ള ബിഹേവിയർ അവര് കാണിക്കാറുണ്ട്. അപ്പൊ അതാണ് എക്സിസ്റ്റൻഷ്യൽ കൊളാപ്സ്. അപ്പൊ ആ സമയത്തും എന്ത് ചെയ്യാറുണ്ട്, അവർ ഈ ബിഹേവിയർ പുറമേ കാണിക്കും. അവർക്ക് അവരെ അഡ്മയർ ചെയ്യുന്ന ഒരു വ്യക്തി, ഫാമിലിയിലുള്ള ഒരു വ്യക്തി മരണപ്പെട്ട് പോയി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അവര് സഡൻ ആയിട്ട് എന്താ ചെയ്യുക, സ്പിരിച്വൽ സീക്കിങ് ചെയ്യും. അതുപോലെ തന്നെ അഡിക്ഷൻസിലേക്ക് പോകും. കാരണം അവരുടെ പ്രശ്നം ആ ഒരാളെ വിട്ടു പോയതിനല്ല, എന്നെ അഡ്മയർ ചെയ്യുന്ന കുടുംബത്തിലുള്ള ഒരാൾക്കില്ല. ഇപ്പൊ ഇനി എന്നെ ആര് അഡ്മയർ ചെയ്യും എന്നുള്ള തോന്നലായിരിക്കും അവർക്ക് ഏറ്റവും മുമ്പിൽ ഉണ്ടാവുന്നത്. ഓക്കെ, ക്ലിയർ ആണോ ഇത്രയും കാര്യങ്ങള്? Yes, ma'am. ഓക്കെ മാം, ക്ലിയർ ആണ്. ഓക്കെ, ഇനി നെക്സ്റ്റ് ഉള്ള കാര്യം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ എന്തുകൊണ്ടാണ് ഇത്രയൊക്കെ ഈ ഒരു ആളുടെ അടുത്ത് നിന്ന് ഇങ്ങനെ ഉള്ള ബിഹേവിയർ ഒക്കെ കാണിച്ചിട്ട് ഈ വിക്ടിമിനെ ലീവ് ചെയ്യാൻ പറ്റാത്തെന്നുള്ളതാണ്. അത് പലപ്പോഴും നമ്മളുടെ ഈ വെബിനാർസിലൊക്കെ നമ്മൾ പറയുന്ന ഒരു കാര്യമാണ്, നിങ്ങൾക്ക് അറിയാവുന്ന കാര്യം കൂടിയിട്ടാണ്. അപ്പൊ അതിൽ ഏറ്റവും ആദ്യത്താണ് ട്രോമ ബോണ്ടിങ്. ഓക്കെ, അവർക്ക് അവരൊരു അബ്യൂസിന്റെ സൈക്കിളിലാണെന്നുള്ളത് പോലും ചില സമയത്ത് അവർക്ക് മനസ്സിലാക്കാൻ പറ്റുന്നുണ്ടാവില്ല. കാരണം അവർക്ക് ഇന്റർമിറ്റന്റ് റീഇൻഫോഴ്സ്മെന്റ് കിട്ടുന്നുണ്ടാവും. എന്ന് വെച്ചാൽ ചില പീരീഡ്സ് ഓഫ് അഫെക്ഷനും ഉണ്ട്, ചില സമയത്ത് അവർ വഴക്കിടും, ഉപദ്രവിക്കും. പക്ഷെ ആ ഒരു ഇത്തിരി സമയം എന്ത് ചെയ്യും, ആ ഒരു പാർട്ട്ണർ ഒരു അഫെക്ഷൻ കാണിക്കും, അല്ലെങ്കിൽ ആൾക്ക് വേണ്ട സാധനങ്ങൾ വാങ്ങിക്കൊടുക്കും. അപ്പോ അതൊരു കൺഫ്യൂഷൻ ആയിട്ട് ആളുടെ മനസ്സിലേക്ക് വരാണ് അല്ലെ. അപ്പോ ആ ഒരു വിക്ടിമ തന്നെ അതിലേക്ക് അഡിക്റ്റ് ആയി പോവാണ്. എന്ന് വെച്ചാൽ ഇങ്ങനെയൊക്കെ ചെയ്താലും ആള് കാര്യങ്ങളൊക്കെ ചെയ്തു തരുന്നുണ്ടല്ലോ, അല്ലെങ്കിൽ ആള് ചേഞ്ച് ചെയ്യുമല്ലോ എന്നൊക്കെ ഉള്ള ഒരു കാര്യമായിരിക്കും ആളുടെ മനസ്സിലുണ്ടാവുക. ഓക്കെ, അല്ലെങ്കിൽ ചിലപ്പോ ഇനി ഒരു ഹാർഷ് ആയിട്ടുള്ള ഒരു ആർഗ്യുമെന്റ് ഒക്കെ കഴിഞ്ഞിട്ട് ആ ഒരാൾ പറയാണ്, എനിക്ക് നിന്നെ ഒരുപാട് ഇഷ്ടമാണ്, എന്നോട് നീ ക്ഷമിക്കണം, എനിക്ക് നീ ഇല്ലാണ്ട് ജീവിക്കാൻ പറ്റില്ല, ഇത്രയും പറഞ്ഞാൽ മതി. ട്രോമ ബോണ്ടിങ്ങിലുള്ള ഒരു വ്യക്തിയാണെങ്കിൽ വീണ്ടും അത് തന്നെ റിപ്പീറ്റ് ചെയ്യും. ഓക്കെ, അപ്പോ അതെന്താ അവിടെ നടത്തുന്നതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമുക്ക് അതിലൊന്നും പറയാൻ പറ്റില്ല. കാരണം ചുറ്റുമുള്ളവർക്കൊക്കെ ചിലപ്പോ അങ്ങനെ ഒരു ട്രോമ ബോണ്ടിങ്ങിലുള്ള ഒരു വ്യക്തിയോട് ദേഷ്യമായിരിക്കും. കാരണം ഫാമിലിയൊക്കെ ആ ഒരു ആളെ അതിൽ നിന്ന് എങ്ങനെയെങ്കിലും രക്ഷിച്ചു കൊണ്ടുവരണം എന്ന് പറഞ്ഞ് നോക്കി നിൽക്കുമ്പോഴായിരിക്കും ആൾ ഈ ട്രോമ ബോണ്ടിങ്ങിൽ പെട്ട് വീണ്ടും വീണ്ടും ആ ഒരു സൈക്കിളിൽ കണ്ടിന്യൂ ചെയ്തുകൊണ്ടിരിക്കുക. അപ്പൊ ഒരു പോയിന്റ് എത്തുമ്പോ ആളെ സപ്പോർട്ട് ചെയ്ത ആളുകൾക്ക് തന്നെ ദേഷ്യം വരാൻ തുടങ്ങും. കാരണം ഇത്രയൊക്കെ ഞങ്ങൾ സപ്പോർട്ട് ചെയ്തിട്ട് നീ വീണ്ടും അതിലേക്ക് തന്നെ പോവാണല്ലോ എന്നുള്ളൊരു തോന്നലൊക്കെ ഉണ്ടാവും. പക്ഷെ ഈ ട്രോമ ബോണ്ടിങ് ഉള്ള ആള് നമ്മൾ അതിൽ നിന്ന് പുറത്തേക്ക് എടുക്കാന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ കുറച്ച് ഡിഫിക്കൽട്ട് ആയിട്ടുള്ള കാര്യം. അപ്പൊ അങ്ങനെയുള്ള ട്രോമ ബോണ്ടിങ്ങിലായിട്ടുള്ള ആളുകളാണെങ്കിൽ അവർക്ക് അങ്ങനത്തെ വിക്ടിംസ് ആണെങ്കിൽ അവർക്ക് എന്ത് ചെയ്യാൻ പറ്റില്ല, ആ ഒരു റിലേഷൻഷിപ്പിന് ലീവ് ചെയ്ത് ഭയങ്കര ബുദ്ധിമുട്ടുള്ള ഒരു കാര്യമായിരിക്കും. പിന്നെ ഉള്ളതാണ്, അവര് സ്വന്തമായിട്ട് വിചാരിക്കുകയാണ് ആ വ്യക്തി എന്നെ ഉപദ്രവിച്ചിട്ടുണ്ട്, എന്നോട് മോശമായിട്ട് പെരുമാറിയിട്ടുണ്ട്. പക്ഷെ അത് ഞാൻ അതിനെ എങ്ങനെ പെർസീവ് ചെയ്തു എന്നുള്ളതിലുള്ള തെറ്റാ, അല്ലാതെ ആള് ചെയ്തതിന്റെ തെറ്റല്ല, ഞാൻ അതിനെ എടുത്ത രീതിയിൽ തെറ്റ് പറ്റിയതാണ്. അങ്ങനെ ആലോചിക്കുന്നവരുണ്ട്. ഓക്കെ, ഞാൻ ചിന്തിച്ചു കൂട്ടിയത് ആൾ എന്നോട് ആ മോശപ്പെട്ട വാക്കുകളൊക്കെ പറഞ്ഞത് അതേ ആ അർത്ഥത്തിലായിരിക്കില്ല, ഞാൻ അതിനെ പെർസീവ് ചെയ്ത രീതിയിൽ വ്യത്യാസമുള്ളത് കൊണ്ടാണെന്ന് പറഞ്ഞിട്ട് അവർക്ക് ചിലപ്പോൾ ഒരു ഡിസിഷൻ എടുക്കാൻ പറ്റാത്തവരുണ്ടാവും. ഓക്കെ, പിന്നെ ഉള്ളതെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അവർക്ക് പേടിയായിരിക്കും, ഇവരെ ഹാം ചെയ്യോ, ഇതിന് ഞാൻ പുറത്ത് വന്നു കഴിഞ്ഞാലും അവരെന്നെ സമാധാനമായിട്ട് ജീവിക്കാൻ വിടും, അല്ലെങ്കിൽ എന്നെ എന്തെങ്കിലും ചെയ്യോ, അല്ലെങ്കിൽ എന്നെ കൊന്നു കളയോന്ന് വരെ അവർക്ക് സംശയങ്ങൾ ഉണ്ടാവാറുണ്ട്. അങ്ങനത്തെ പേടിയിൽ ജീവിക്കുന്നവരുണ്ട്. അപ്പൊ അങ്ങനെയുള്ളവർക്കും അതിൽ നിന്ന് ലീവ് ചെയ്യാനായിട്ട് ബുദ്ധിമുട്ടാണ് അല്ലെ. പിന്നുള്ളതാണ് ഈ ഒരു പാർട്ട്ണറിന്റെ കൂടെ ജീവിച്ച് അവരെപ്പോഴും നമ്മളിങ്ങനെ താഴ്ത്തി മാത്രം സംസാരിച്ചിട്ടുണ്ടാവുള്ളൂ. ഓക്കെ, നമ്മളെ കഴിവുകളൊക്കെ ഇല്ലാണ്ടാക്കാനും നമ്മളെ വേർത്ത് തന്നെ നമ്മള് വർത്ത്ലെസ് ആണെന്ന് തോന്നിപ്പിക്കുന്ന രീതിയിലുള്ള സംസാരങ്ങളൊക്കെ ആയിരിക്കും ഉണ്ടാവുക. അപ്പൊ ചില വിക്ടിംസ് എന്ത് പറ്റുമെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ
അവരിതൊക്കെ കേട്ട് അതുപോലെ ആ ഈ കല്യാണത്തിന്റെ ആദ്യത്തെ സമയത്തൊക്കെ കുറെയൊക്കെ ഓപ്പൺ ആയിട്ട് അങ്ങോട്ടും ഇങ്ങോട്ടും കുറെ കാര്യങ്ങൾ ചിലപ്പോൾ പറഞ്ഞിട്ടുണ്ടാവും. അപ്പൊ അതില് ആളുടെ നേരത്തെ ഉണ്ടായ കാര്യങ്ങളൊക്കെ പറഞ്ഞപ്പോ അതിന്ന് ഈ ഒരു പാർട്ട്ണർ ആൾക്ക് ആവശ്യമുള്ള പോയിന്റ്സ് ഒക്കെ നേരത്തെ നോട്ട് ചെയ്ത് വെച്ചിട്ടുണ്ടാവും. അപ്പൊ അതൊക്കെ ഉപയോഗിച്ച് ആള് വർത്ത്ലെസ് ആണെന്ന് ഇടക്കിടക്ക് പറയും. അതുപോലെ തന്നെ ആള് പറയുന്ന ഒരു കാര്യമാണ്, ഇപ്പോ നിനക്ക് ഈ ഇടയ്ക്ക് നിനക്ക് സങ്കടം വരുന്നുണ്ട്, നീ കരയുന്നൊക്കെ ഞാൻ കാണുന്നുണ്ടല്ലോ, പക്ഷെ നീ തന്നെ ഒന്ന് ആലോചിച്ച് നോക്കിയേ, നീ ചെറുപ്പത്തില് നീ ചെയ്ത കാര്യങ്ങൾക്ക് ദൈവം തരുന്ന ശിക്ഷയാ. ആ ശിക്ഷ എന്നിലൂടെ കിട്ടുന്നു എന്ന് മാത്രമേ ഉള്ളൂ. അതല്ലാതെ എനിക്ക് നിന്നോട് സ്നേഹമില്ലാത്തോണ്ടൊന്നല്ല. പക്ഷെ നീ ഇത് അർഹിക്കുന്നുണ്ട്, അതുകൊണ്ടാണ് നിനക്ക് അത് ലഭിക്കുന്നതെന്നൊക്കെ ചിലര് പറയും. അല്ലെങ്കിൽ എന്നെ കിട്ടിയതില് നീ ലക്കി ആയിരിക്കണം, കാരണം ഞാനല്ലാതെ നിനക്ക് വേറെ ആരെയും കിട്ടാനൊന്നും പോണില്ല എന്നുള്ള രീതിയിലായിരിക്കും അവർ ചിലപ്പോൾ സംസാരിക്കുക. ഓക്കെ, അപ്പൊ അങ്ങനെ സെൽഫ് വർത്ത് തന്നെ ഇല്ലാത്തൊരു അവസ്ഥയിലായിരിക്കും ഒരു വിക്ടിം നിൽക്കുന്നെങ്കിൽ അവർക്ക് അതിന്ന് ലീവ് ചെയ്യാൻ പറ്റുമോ? ഇല്ല. കാരണം ഇതിങ്ങനെ പറഞ്ഞു പറഞ്ഞ് അവരുടെ മനസ്സിലുള്ള തോന്നലെന്ന് പറഞ്ഞാൽ ഇത് ഞാൻ സഹിക്കേണ്ടതാണ്, കാരണം ഞാൻ ചെയ്ത തെറ്റിന് ഇത് ഞാൻ സഹിക്കണം, ഇതില് എനിക്ക് വേറെ ആരെയും സപ്പോർട്ട് ചെയ്യാനായിട്ട് വിളിക്കാൻ പാടില്ല എന്നൊക്കെ ഉള്ള ഒരു തോന്നൽ ഇവരുണ്ടാക്കി എടുത്തിട്ടുണ്ടാവും. അപ്പൊ അവർക്ക് അതിൽ നിന്ന് ലീവ് ചെയ്യാനായിട്ട് പറ്റില്ല. ഓക്കെ, പിന്നെ ഉള്ളതാണ് ഇങ്ങനെ വിശ്വസിക്കുക, മാറും, ചേഞ്ച് ചെയ്യും എന്നുള്ളൊരു തോന്നല്. ഇപ്പൊ അവരൊരു പ്രോമിസും കൂടി തരാണ്, ഞാൻ ചേഞ്ച് ചെയ്യാ. അപ്പൊ ഒരു മെസ്സേജ് വന്നതാണ്, ഒരു ക്ലയന്റ് ആയിട്ട് നമ്മള് വിക്ടിം റിക്കവറി ഒക്കെ ചെയ്തുകൊണ്ടിരിക്കുന്ന സമയത്ത് വന്നൊരു കാര്യമാണ്, മെസ്സേജ് ആണ് ഇങ്ങനെ, നമുക്ക് മാറി താമസിക്കാം, നീയും നിന്റെ ഫാമിലിയില് അവരും വേണമെങ്കിൽ അങ്ങനെ എന്നിട്ട് നമുക്ക് മാറി താമസിക്കാം, ഞാൻ ഒരു പ്രശ്നത്തിനും വരില്ല, ഞാൻ തെറാപ്പി ഒക്കെ എടുക്കുന്നുണ്ട്, ഞാൻ ഓക്കെ ആണ്, ഞാൻ തെറാപ്പി എടുക്കുന്നവർ പറഞ്ഞു ഞാൻ ഓക്കെ ആണെന്ന്, ഞാനിനി ക്ലിയർ ആണ്, ഒരു കാര്യങ്ങളും ഉണ്ടാവില്ല, ഞാൻ എന്തായാലും ഇപ്പോഴേ ചേഞ്ച് ആണ്, നിനക്ക് വേണമെങ്കിൽ ഞാൻ ഇനിയും ചേഞ്ച് ആവാന്നൊക്കെ പറഞ്ഞിട്ടൊരു മെസ്സേജ് അയച്ചിട്ടുണ്ട്. അപ്പൊ അതില് ചില ആളുകൾ, ഇപ്പൊ ആ കുട്ടീനെ സംബന്ധിച്ച് ആൾ ഓൾറെഡി ഇത് ചെയ്തുകൊണ്ടിരിക്കുന്ന ആൾക്ക് മനസ്സിലായി, കാരണം അതിന് മുന്നുള്ള ബിഹേവിയേഴ്സ് ഒക്കെ നമ്മൾ നോക്കി കഴിയുമ്പോൾ അതിന്റെ ക്ലിയർ പിക്ചർ ആൾക്കറിയാം. പക്ഷെ ഇങ്ങനെയുള്ള മെസ്സേജുകൾ കാണുമ്പോൾ ചില ആളുകൾ വീണ്ടും അത് വിശ്വസിച്ച് പോകും. പക്ഷെ അത് ജസ്റ്റ് അത് ഫേക്ക് ആണെന്നുള്ളത് അവർക്ക് അത് മനസ്സിലാക്കാനായിട്ട് പറ്റാറില്ല. ഓക്കെ, അപ്പൊ അവര് ചേഞ്ച് ചെയ്യും എന്നുള്ള പ്രതീക്ഷയിൽ ജീവിക്കുന്നവരാണെങ്കിലും അതിൽ നിന്ന് പുറത്തേക്ക് കൊണ്ടുവരാൻ കുറച്ച് ബുദ്ധിമുട്ടുള്ള ഒരു കാര്യം. അതിന്റെ ഒരു നേരത്തെയൊക്കെ ആണെങ്കിൽ നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ അതിലൊരു പങ്ക് പാരന്റ്സിന് ഉണ്ടെന്ന് പറയാം. കാരണം വേറെ ഒന്നല്ല, ഒരു റിലേഷൻഷിപ്പിൽ നമ്മൾ കുറെ ബുദ്ധിമുട്ടുകൾ അനുഭവിക്കുന്ന പാരന്റ്സിനോട് പറയുമ്പോൾ അവർ പറയും, സാരില്ല മോനെ, അതിങ്ങനെയൊക്കെ ഉള്ളതാ, അത് ശരിയായിക്കോളും, കല്യാണമൊക്കെ കഴിയുമ്പോൾ ഇങ്ങനെ ആയിരിക്കും. അപ്പൊ ഇവർ ആദ്യമായിട്ടല്ലേ കല്യാണം കഴിക്കും, ഇവർക്ക് അറിയോ കല്യാണം കഴിച്ച് ഇങ്ങനെ ഉണ്ടാവുന്ന? അപ്പൊ ഇവരുടെ മനസ്സിൽ ഉള്ള പിക്ചർ ഓക്കെ, അപ്പൊ കല്യാണം കഴിഞ്ഞ് ഇങ്ങനെ ആയിരിക്കും അല്ലെ, അപ്പൊ നമ്മൾ മാറും എന്ന് വിചാരിച്ചാൽ മതി, അത് മാറിക്കോളും, എല്ലാവരും ഇങ്ങനെ തന്നെ ജീവിക്കണേ എന്നുള്ളതായിരിക്കും ഇവരുടെ ഉള്ളിലെ തോന്നൽ. അപ്പൊ അങ്ങനെയുള്ളവരെ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റില്ല, ഈ പുറത്തേക്ക് അവരെ കൊണ്ടുവരാനായിട്ട് സാധിക്കില്ല. പിന്നെ ഉള്ളതെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഒരു ഒരു മെന്റൽ കോൺഫ്ലിക്റ്റ് ആയിരിക്കും ചില വിക്ടിംസ് എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, അവർ എത്രയ്ക്ക് അബ്യൂസീവ് ബിഹേവിയർ കാണിച്ചാലും ഇവർക്ക് അവരോട് ഒരു സ്നേഹം, ഓക്കെ, ആ ഒരു തോന്നല് അവർക്ക്, കാരണം അവർക്ക് തന്നെ അറിയാൻ പറ്റുന്നില്ല ഞാൻ എന്താണ് ആൾക്ക് കൊടുക്കേണ്ടത്, സ്നേഹമാണോ അല്ലെങ്കിൽ ഞാൻ ദേഷ്യമാണോ ആളോട് ചെയ്യണമെന്നുള്ളതൊന്നും അവർക്ക് അറിയാൻ പറ്റുന്നുണ്ടാവില്ല, കാരണം അവർക്ക് അബ്യൂസ് ക്ലിയർ ആയിട്ട് മനസ്സിലാക്കാൻ പറ്റാത്തതുകൊണ്ടാണ്. അപ്പൊ അങ്ങനെയുള്ളവരെ നമുക്ക് ഇതിന്ന് അവർ ഈ ഒരു റിലേഷൻഷിപ്പ് ലീവ് ചെയ്യാനായിട്ട് ബുദ്ധിമുട്ടാണ്. പിന്നെ അതുപോലെ തന്നെ ഐസൊലേറ്റഡ് ആയിട്ടുള്ളവർ എന്ന് വെച്ചാൽ ഈ ഒരു റിലേഷൻഷിപ്പിൽ നിൽക്കുമ്പോൾ മാക്സിമം അവര് ആ ഒരു പാർട്ട്ണർ നമ്മളെ മറ്റുള്ളവരിൽ നിന്നൊക്കെ ഐസൊലേറ്റ് ചെയ്യാനായിട്ടുള്ള മാക്സിമം കാര്യങ്ങളൊക്കെ അവര് ചെയ്തിട്ടുണ്ടാവും. അതുപോലെ അവർ പറയുന്ന ഒരു കാര്യമാണ്, എനിക്ക് നിന്നെ അറിയുന്ന പോലെ നിന്റെ ഫാമിലിക്ക് പോലും നിന്നെ അറിയില്ല, ഞാൻ നിന്നെ സ്നേഹിക്കുന്ന പോലെ നിന്റെ ഫാമിലി നിന്നെ സ്നേഹിക്കില്ല, നിന്റെ ഫാമിലി നിന്നെ നോക്കുന്നതിനേക്കാളും നല്ല രീതിയിലാണ് ഞാൻ നിന്നെ നോക്കിയത്, നമ്മൾ ഒരുമിച്ചാണ് ഉണ്ടായിരുന്നത്, ആ രീതിയിൽ അവർ പറയും. നീ മനസ്സിലാക്കാത്ത കൊണ്ടാ നിന്റെ ഫാമിലി നിന്നെ കൺട്രോൾ ചെയ്യാനായിട്ട് ശ്രമിക്കുക എന്നുള്ള രീതിയിലായിരിക്കും അവര് സംസാരിക്കുക. അപ്പൊ ഇങ്ങനെ പറയുമ്പോ ആ വിക്ടിമിന് എന്ത് ചെയ്യാ, വിക്ടിമ് ഫീൽ ചെയ്യാണ്, ഓക്കെ എന്നെ സപ്പോർട്ട് ചെയ്യാൻ ആരും ഇല്ല, ഞാൻ ഒറ്റയ്ക്കാണെന്നുള്ളൊരു തോന്നൽ വരും. അപ്പൊ അവർക്ക് എന്ത് ചെയ്യാൻ പറ്റില്ല, ലീവ് ചെയ്യാൻ പറ്റില്ല. പക്ഷെ അവര് മനസ്സിലാക്കാത്തൊരു കാര്യം, ഇങ്ങനൊരു കാര്യം തന്നെ അവര് പറയാൻ ഇടയുണ്ടാക്കിയത് നമ്മൾ അത്രയും സഫർ ചെയ്തിട്ടല്ലേ, അത് ചില സമയത്ത് അവർക്ക് ഡിഫറൻഷിയേറ്റ് ചെയ്യാനായിട്ട് പറ്റില്ല. അപ്പൊ അവരെന്ത് ചെയ്യും, ഓക്കെ ആള് പറഞ്ഞ പോലെ ആളെന്നെ മനസ്സിലാക്കി, അത്രയും വേറെ ആരും എന്നെ മനസ്സിലാക്കിയിട്ടില്ല,
ആളെന്നെ ഉപദ്രവിക്കുമെങ്കിലും എന്നെ മനസ്സിലാക്കിയിട്ടുണ്ടെന്നായിരിക്കും ഇവരുടെ മനസ്സിലെ തോന്നല്. പക്ഷെ അത് ആ തോന്നൽ അവിടെ കറക്റ്റ് ആയിട്ടുള്ളതല്ല എന്നുള്ളത് ചിലപ്പോൾ അവർക്ക് അത് മനസ്സിലാക്കാൻ പറ്റുന്നുണ്ടാവില്ല. അപ്പൊ അങ്ങനെയുള്ളവർക്കും ഈ റിലേഷൻഷിപ്പിൽ ലീഡ് ചെയ്യാനായിട്ടുള്ള ബുദ്ധിമുട്ടുണ്ടാവാറുണ്ട്. പിന്നെ ഫിനാൻഷ്യൽ ഡിപ്പെൻഡൻസ്. ഓക്കെ, ഫിനാൻഷ്യൽ നമ്മള് മൊത്തം അവരെയാണ് ഡിപ്പെൻഡ് ചെയ്യുന്നത്. അവര് നമ്മളോട് പറയും ഞാൻ ഇല്ലാണ്ട് പോയാൽ നീ ഒന്ന് ആലോചിച്ച് നോക്കിയേ, നിന്റെ ജീവിതം എങ്ങനെയാവും, നീ ഒന്ന് ആലോചിച്ച് നോക്കിയേ, നീ എങ്ങനെ കുട്ടികളെ പഠിപ്പിക്കും, നീ എങ്ങനെ അവർക്ക് ഭക്ഷണം വാങ്ങി കൊടുക്കും, നീ എങ്ങനെ വാടകയ്ക്ക് വീടെടുത്ത് താമസിക്കും, നിനക്ക് ഇൻഡിപെൻഡന്റ് എങ്ങനെ ജീവിക്കാൻ പറ്റുന്നൊക്കെ ആയിരിക്കും അവര് ചോദിക്കുക. അപ്പോൾ ഫിനാൻഷ്യൽ ഡിപ്പെൻഡൻസ് ഒരു വലിയൊരു കാര്യമാണ്. അതുകൊണ്ട് തന്നെയാണ് ഇപ്പോഴും എല്ലാവരും പറയാം ഫിനാൻഷ്യൽ ഇൻഡിപെൻഡൻസ് ആണ് ഏറ്റവും ആദ്യം ആവശ്യമുള്ളത്. കാരണം അതില്ലാതെ വരുമ്പോഴേക്കും അവര് സഫർ ചെയ്ത് അവർക്ക് മതിയായെങ്കിലും എന്ത് ചെയ്യും, മക്കളുടെ കാര്യം ഇങ്ങനെ നോക്കുന്നൊക്കെ ഓർത്തിട്ട് വീണ്ടും അതിൽ തന്നെ ഇങ്ങനെ നിൽക്കും. അപ്പൊ അതും ഈ അവർക്ക് പുറത്തേക്ക് വരാനുള്ള ഒരു എന്താ പറയുക, ഒരു ബോളായിട്ട് നിൽക്കുന്ന ഒരു കാര്യമാണ്. പിന്നെ ഒറ്റയ്ക്കാവുന്നതിന്റെ പേടി ഉണ്ടാവും. ഇനി ഒരു ജീവിതം എങ്ങനെ ഉണ്ടാവും, ഇനി ആരെങ്കിലും എന്റെ കൂടെ എനിക്ക് ഉണ്ടാവും, അങ്ങനെ. കാരണം ഇവർ ഓൾറെഡി പറഞ്ഞിട്ടുണ്ടാവും എന്നെക്കാളും നല്ലൊരു വ്യക്തിനെ നമുക്ക് കിട്ടില്ല, ഞാൻ ആയതുകൊണ്ടാണ് നിന്നെ ഞാൻ സ്നേഹിച്ചത് എന്നൊക്കെയുള്ളത്. നമ്മൾ ഒരു വെബിനാറിൽ പറഞ്ഞിരുന്നു അവിടെ എങ്ങനത്തെ ടൈപ്പ് ഓഫ് ആളുകളെയാണ് അവരുടെ ലൈഫിലേക്ക് ചൂസ് ചെയ്യാന്ന്. ആ ആളുകളെ ഇതുപോലത്തെ കാര്യങ്ങൾ പറഞ്ഞു കഴിഞ്ഞാൽ അവര് എന്ത് ചെയ്യും, അവര് എന്തൊക്കെ പറഞ്ഞാലും അവർ ആ ഒരു റിലേഷൻഷിപ്പിൽ സ്റ്റിക്ക് ഓൺ ചെയ്യാനേ ശ്രമിക്കുള്ളൂ. ഓക്കെ, അപ്പൊ അതൊരു ഫാക്ടറാണ്. പിന്നെ ഇമോഷണലി ബ്ലാക്ക്മെയിൽ ചെയ്യാം. ഓക്കെ, നീ എന്നെ വിട്ടു പോയിട്ടുണ്ടെങ്കിൽ ഞാന് എന്നെ തന്നെ ഇല്ലാണ്ടാക്കും, അത് പക്ഷെ നീ കാരണമായിരിക്കും, അങ്ങനെയൊക്കെ പറയും. ഓക്കെ, എനിക്ക് എന്തെങ്കിലും സംഭവിച്ചാൽ അത് നീ കാരണമാണ്, അല്ലെങ്കിൽ ഞാൻ സൂയിസൈഡ് ചെയ്യും, എനിക്ക് എന്തെങ്കിലും സംഭവിച്ചാൽ അതിനെല്ലാം ഉത്തരവാദിത്വം നീയാണെന്നൊക്കെ പറഞ്ഞിട്ട് അങ്ങനെ ബ്ലാക്ക്മെയിൽ ചെയ്യുക. ഇല്ലെങ്കിൽ അവരെ ഉപദ്രവിക്കും എന്നുള്ളത് പറയാ, എന്നെ ജീവിക്കാൻ അനുവദിക്കില്ല, അല്ലെങ്കിൽ ആ കുട്ടീനെ ഞാൻ ഇങ്ങോട്ട് കൊണ്ടുവരും എന്നുള്ള രീതിയിലൊക്കെ അങ്ങനെ സംസാരിക്കാം. പിന്നെ ഉള്ളത് രണ്ട്, നോർമലൈസ് ചെയ്യാം. ഓക്കെ, എന്നുവെച്ചാൽ അവര് പറയും ഞാൻ നിന്നെ ഒന്ന് ഉപദ്രവിച്ചു, അത്രയല്ലേ ഉള്ളൂ, അതിപ്പോ ഇത്ര വലിയ കാര്യമായിട്ട് നീ ചിന്തിക്കുന്ന എന്തിനാ, അത് എല്ലാ വീട്ടിലും നടക്കുന്ന കാര്യം തന്നെ ഞാൻ നിന്റെ ചെയ്തുള്ളൂ, നീ എന്തിനിങ്ങനെ ഓവർ റിയാക്ട് ചെയ്യുന്ന എന്തിനാ എന്നൊക്കെയുള്ള രീതിയിലായിരിക്കും ഇവര് സംസാരിക്കാം. അപ്പൊ അങ്ങനെ സംസാരിക്കുന്ന സമയത്തും അവർക്ക് അത് റെക്കഗ്നൈസ് ചെയ്യാൻ പറ്റാതെ ആയിരിക്കും. അപ്പൊ ശരിക്കും അത് എന്തായിരുന്നു, അപ്പൊ അത് അബ്യൂസ് അല്ലേ, അത് സാധാരണ എല്ലാ വീടുകളിലും നടക്കുന്ന കാര്യമാണോ, ആ രീതിയിലും അവർ ചിലപ്പോ വിചാരിക്കാം. പിന്നെ അതുപോലെ ചില പാർട്ട്നേഴ്സ് ഉണ്ട്, അവർ ഈ നാർസിസിസ്റ്റ് ആയിട്ടുള്ള ആളുടെ സ്പെഷ്യൽ ആയിട്ടുള്ള എന്തെങ്കിലും ഉണ്ടെങ്കിൽ അതില് അട്രാക്റ്റഡ് ആയിരിക്കും. എത്രയൊക്കെ അബ്യൂസ് ഉണ്ടെങ്കിലും അവർ അതിൽ അട്രാക്റ്റഡ് ആണ്. ഓക്കെ, അപ്പൊ അതില് ഉള്ള ഒരാളുണ്ട്, ആ പാർട്ട്ണർ കുറച്ച് ജിമ്മൊക്കെ ആയിട്ട് അങ്ങനത്തെ ഒരു വ്യക്തിയാണ്. അപ്പൊ ഈ വൈഫിനെ കുറെയൊക്കെ ഉപദ്രവിച്ചിട്ടൊക്കെ ഉണ്ട്, പക്ഷെ ആൾക്ക് അതിൽ നിന്ന് പുറത്തേക്ക് വരാൻ പറ്റുന്നില്ല. അപ്പൊ എന്താ കാര്യം എന്ന് വെച്ചപ്പോ ആള് പറയാ ഹസ്ബൻഡിനെ കാണാൻ നല്ല ഭംഗിയുണ്ട്, അപ്പൊ എനിക്ക് അതിന് പുറത്തേക്ക് വരാൻ പറ്റുന്നില്ല. അപ്പൊ അങ്ങനെ ചില വിക്ടിംസ് ഉണ്ട് അതിൽ നിന്ന് പുറത്തേക്ക് വരാൻ പറ്റാതിരിക്കുന്നത്. പിന്നെ ചിലർക്ക് എങ്ങനെ ഇതിൽ നിന്ന് പുറത്തേക്ക് വരണം എന്നേ അറിയില്ല. എന്താണ്, അല്ലെങ്കിൽ എങ്ങനെ ചിന്തിക്കണം, എന്ത് ചെയ്യണം, ആരോട് സംസാരിക്കണം, എങ്ങനെ ഇതിന് ഫീൽ ചെയ്യണം, എന്ത് ഡിസിഷനാണ് ഞാൻ എടുക്കേണ്ടതെന്നുള്ളത് ചിലപ്പോൾ അവർക്ക് അറിയാൻ പറ്റുന്നുണ്ടാവില്ല. അപ്പൊ ഇങ്ങനെയുള്ള പല കാരണങ്ങളും കൊണ്ട്, ഇത് മാത്രമല്ല പല കാരണങ്ങളും ഉണ്ട്, അതുകൊണ്ടിട്ടാണ് അവർക്ക് എന്ത് ചെയ്യാൻ പറ്റാത്ത, എങ്ങനത്തെ ഒരു റിലേഷൻഷിപ്പിന് ലീവ് ചെയ്ത് അവർക്ക് പുറത്തേക്ക് വരാൻ പറ്റാത്തത്. ഇനി അവര് പുറത്തേക്ക് റിലേഷൻഷിപ്പിൽ നിന്ന് വന്ന് കഴിയുമ്പോൾ അവര് ഫേസ് ചെയ്യുന്ന ചില കാര്യങ്ങൾ എന്ന് പറഞ്ഞാൽ, അല്ലെങ്കിൽ അവർ ഗോ ത്രൂ ചെയ്യുന്ന ചില കാര്യങ്ങള്, ചിലവർക്ക് അപ്പൊ തന്നെ ഒരു റിലീഫ്, ഫ്രീഡം, ആ ഒരു ഫീൽ ആയിരിക്കും. എന്തോ ഒരു ഭാരം എടുത്ത് താഴെ വെച്ച പോലത്തെ ഒരു തോന്നല്, സ്വന്തമായിട്ട് ഡിസിഷൻസ് എടുക്കാം, ആരുടെയും കൺട്രോളിലല്ല എന്നുള്ളൊരു സമാധാനത്തോടെ ഒരു ദിവസമെങ്കിലും അവർക്ക് ഉറങ്ങാനായിട്ട് സാധിക്കും. അതാണ് ഏറ്റവും വലിയൊരു കാര്യം. ഓക്കെ, അപ്പോ പുറമേ ഉള്ള നമ്മള് കാണുമ്പോ അവര് തമ്മിൽ സെപ്പറേറ്റഡ് ആയി, അവര് തമ്മിൽ ഡിവോഴ്സ്ഡ് ആയി. അപ്പൊ നമ്മുടെ മനസ്സിൽ എന്തായിരിക്കും, ഡിവോഴ്സ് കഴിഞ്ഞില്ലേ, ഇനിയിപ്പൊ അവര് ഹാപ്പി ആയി, അവരുടെ കാര്യം അവൾ നോക്കും, അവന്റെ കാര്യം അവൻ നോക്കും, എന്താ പ്രശ്നം ഇരിക്കണേ, അങ്ങനെ ആയിരിക്കും നമ്മൾ കരുതുന്നത്. പക്ഷെ അവരുടെ ഉള്ളില് കുറെ പ്രോബ്ലംസ് ഉണ്ട്. അവര് പുറമെ സെപ്പറേറ്റഡ് ആയി ഡിവോഴ്സ്ഡ് ആയെങ്കിലും ആ ഒരു വിക്ടിമിന്റെ ഉള്ളിലത്തെ ഒരു തോന്നലാണ്, ഞാൻ കാരണമാണോ ഈ റിലേഷൻഷിപ്പ് ഫെയിലിയർ ആയത്. ഓക്കെ, അത് അവർക്ക് ഉണ്ടാവും. നമ്മൾ എത്രയൊക്കെ പുറമേ നിന്ന് സപ്പോർട്ട് ചെയ്താലും അവരുടെ ഇന്റേണലി അവർക്ക് തോന്നുന്ന ഒരു കാര്യമാണ്, ഞാനൊന്ന് ശ്രമിച്ചെങ്കിൽ ചിലപ്പോൾ ഇത് ഓക്കെ ആവുമായിരുന്നോ, ഞാനാണോ ഈ റിലേഷൻഷിപ്പ് ഫെയിലിയർ ആക്കിയത്, അങ്ങനെ ഉള്ള ഒരു തോന്നല് ചിലർക്ക് ഉണ്ടാവാറുണ്ട്. പിന്നെ ഒരു കൺഫ്യൂഷൻ ഉണ്ടാവും, ഞാൻ എടുത്ത തീരുമാനം തെറ്റായി പോയോ, ഇപ്പൊ എല്ലാം കൈവിട്ട് പോയി,
ഇനി ഞാനൊരു തെറ്റായിട്ടുള്ള തീരുമാനമാണോ എടുത്തു പോയത്, ഞാൻ ഇനി ഫ്യൂച്ചറിൽ എന്താ ചെയ്യാ, അതൊരു മെയിൻ കാര്യം. ഞാൻ ഫ്യൂച്ചറിൽ എന്ത് ചെയ്യും, ആളുകൾ എന്നെ എങ്ങനെയായിരിക്കും കാണാന്നൊക്കെ ഓർത്തിട്ട് അങ്ങനെയുള്ള പേടി ഉണ്ടാവാറുണ്ട്. പിന്നെ ഒരു ഐസൊലേറ്റഡ് ആയിട്ടുള്ള ഫീല്. കാരണം നേരത്തെ എല്ലാവരിൽ നിന്നും ഈ ഒരു ആളെ വിക്ടിമിനെ ഇങ്ങനെ അകറ്റി കൊണ്ടുവന്നതായിരിക്കും. അപ്പോ ഈ സെപ്പറേഷൻ ഡിവോഴ്സ് ഒക്കെ കഴിഞ്ഞപ്പോ ഇവർക്ക് ഇനി ആരെ സപ്പോർട്ടിന് വിളിക്കണം എന്ന് അറിയാൻ കഴിയില്ല. ആ രീതിയിൽ അവരാക്കുക. ഇനി ഒരാളെ ട്രസ്റ്റ് ചെയ്യാനായിട്ടുള്ള ബുദ്ധിമുട്ട്, അല്ലെങ്കിൽ ഒരു പുതിയൊരു ഒരു ഫാമിലി ലൈഫ് സ്റ്റാർട്ട് ചെയ്യാനായിട്ടൊക്കെ പറയാണെന്ന് വിചാരിച്ചു. ഫാമിലി പെട്ടെന്ന് തന്നെ അല്ല, പക്ഷെ എന്നാലും സമയമൊക്കെ എടുത്ത് കഴിയുമ്പോൾ ഫാമിലി പറയുകയാണെങ്കിൽ എങ്ങനെ ശരിയാവാം, ഒരു കല്യാണമൊക്കെ കഴിക്കുന്ന പറയുമ്പോൾ ആ സമയത്തും അവരുടെ ഉള്ളിൽ കുറെ ഇന്റേണൽ സ്ട്രഗിൾസ് നടക്കുന്നുണ്ട് ഇല്ലേ. അപ്പൊ അതും അവർ ഫേസ് ചെയ്യുന്ന ഒരു പ്രോബ്ലം ആണ്. പിന്നെ സെൽഫ് എസ്റ്റീം ഇല്ലാണ്ടാവുക. പിന്നെ ചില ആളുകൾക്ക് എന്ന് പറഞ്ഞാൽ അതൊരു എംപവർമെന്റ് ആണ്. അപ്പൊ നമ്മൾ ഈ പറയുന്ന കേട്ടിട്ട് ഈ റിലേഷൻഷിപ്പ് ലീവ് ചെയ്താലും എനിക്ക് ഇങ്ങനെ തന്നെ പ്രശ്നങ്ങളായിരിക്കും എന്നല്ല, ഇങ്ങനത്തെ പ്രശ്നങ്ങൾ അവർക്ക് ഉണ്ടാവാം. ഓക്കെ, അപ്പൊ അതിന്നും കൂടി നമ്മൾ അവരെ ഹീൽ ചെയ്തെടുക്കണം എന്നുള്ളതാണ്. അപ്പൊ അവരതിന്ന് ആ ഒരു റിലേഷൻഷിപ്പിന് മാത്രം ലീവ് ചെയ്തിട്ട് കാര്യമില്ല. അവരവിടെ ആ ബന്ധം അവസാനിപ്പിച്ച് അവരവരെ പിന്നെ കാണുന്നില്ല, സംസാരിക്കുന്നില്ല, കോണ്ടാക്റ്റിൽ ഒന്നുമില്ല. പക്ഷെ ഇവരത്രയും നാൾ അനുഭവിച്ച ആ വേദനയും ഇനി ഫ്യൂച്ചറിനെ പറ്റിയിട്ട് ഓർത്തിട്ടുള്ള പേടിയൊക്കെ അവരുടെ ഉള്ളിൽ ഇങ്ങനെ നിൽക്കുകയാണ് അല്ലെ. അപ്പൊ അതിനെ നമ്മൾ ഹീൽ ചെയ്ത് മാറ്റിയാൽ മാത്രമേ അവർക്ക് അതിൽ നിന്നൊരു എംപവർമെന്റ് ഫീല് കിട്ടുള്ളൂ. എന്നാലേ അവർക്ക് അതിൽ നിന്ന് റൈസ് ആവാനായിട്ട് സാധിക്കുള്ളൂ. ഇല്ലെങ്കിൽ ബന്ധം അവസാനിപ്പിച്ച് വരും, പക്ഷെ അവർക്ക് അതിൽ നിന്ന് പിന്നെ പുറത്തേക്ക് വരാനായിട്ട് പറ്റില്ല. അവർ അതിലേ ഇങ്ങനെ താഴ്ന്നില്ലാണ്ടായി പോകും. അപ്പൊ അതിന് നമ്മൾ എന്ത് ചെയ്യുക, അവരെ മാക്സിമം ഉയർച്ചയിലേക്ക് കൊണ്ടുവരാനായിട്ട് കൂടെ ഉള്ളവര് സപ്പോർട്ട് ചെയ്യാം. ഓക്കെ. പിന്നെ ചിലര് കാണിക്കുന്ന കാര്യം എന്ന് പറഞ്ഞാൽ അവർ ഈ അബ്യൂസിനെ പറ്റിയിട്ടൊന്നും മിക്കവരും ഇങ്ങനെ ചോദിച്ചുകൊണ്ടിരിക്കും അല്ലെ. എന്താ പറ്റിയത്, എന്താ സംഭവിച്ചത്, കറക്റ്റ് ആയിട്ട് എനിക്ക് അറിയാൻ കഴിയില്ല, ഇങ്ങനെ കുറച്ചൊക്കെ കേട്ടുള്ളൂ, ശരിക്കും എന്താ നിങ്ങൾ തമ്മിൽ ഉണ്ടായ പ്രശ്നം എന്നൊക്കെ ചോദിച്ച് അങ്ങനെയും വരുന്ന ചില ആളുകളുണ്ട്. അപ്പൊ അവരോടൊക്കെ സംസാരിക്കാൻ നമുക്ക് മടിയായിരിക്കും. ഇത് ഓരോ തവണയും പറയുമ്പോൾ നമുക്കത് വീണ്ടും പ്രോബ്ലം ആയിട്ട് ചിലപ്പോ തോന്നാം. പിന്നെ അതുപോലെ നമുക്ക് കോൺസ്റ്റന്റ് ആയിട്ട് എല്ലാവരും നമ്മളിങ്ങനെ സപ്പോർട്ട് ചെയ്യണം, നമ്മളിങ്ങനെ ഭയങ്കര ഡിപ്പെൻഡന്റ് ആയിട്ട് പോകാനുള്ള ചാൻസും ഉണ്ട്. ഓക്കെ, അപ്പോ ഇതിന്നൊക്കെ ശരിക്കും പറഞ്ഞാൽ നമ്മളൊരു അവർക്കൊരു ഹീലിംഗ് കൗൺസിലിംഗ് ഒക്കെ കൊടുത്താലാണ് അവരെ നമുക്ക് പുറത്തേക്ക് കറക്റ്റ് രീതിയിൽ കൊണ്ടുവരാനായിട്ട് സാധിക്കുള്ളൂ. കാരണം ഒരു റിലേഷൻഷിപ്പ് ബ്രേക്ക് ചെയ്ത് വരല് മാത്രമല്ല, അതിന് ശേഷമുള്ള ഹീലിംഗിലും അതിൻ്റെതായ ഒരു ഇമ്പോർട്ടൻസ് ഉണ്ട്. ഓക്കെ, അപ്പോ ക്ലിയർ ആയിരുന്നോ? ഓക്കെ മാം. ഓക്കെ, അപ്പൊ നമ്മള് സംശയം ചോദിച്ചോട്ടെ മാം. ചോദിച്ചു. ഇവര് റിലേഷനൊക്കെ ഡിവോഴ്സിലേക്കൊക്കെ എത്തുമ്പോൾ ഡിവോഴ്സ് ആ സമയത്ത് അവർക്ക് ഡിവോഴ്സ് എന്ന് പറയുമ്പോൾ അത് എങ്ങനെയെങ്കിലും ഇല്ലാതാക്കാൻ ശ്രമിക്കുകയും ചെയ്യും. എന്നാല് പിന്നെ പാർട്ട്ണറെ വല്ലാതെ എല്ലാവരുടെ അടുത്തും കുറ്റപ്പെടുത്തി പറയുകയും ചെയ്യും. വേറെ ആരെങ്കിലും പാർട്ട്ണറെ കുറ്റപ്പെടുത്തുന്ന സമയത്ത് അത് അവരില്ലാണ്ടാക്കാനും ശ്രമിക്കുന്ന ഇവരുടെ അടുത്ത് ഉണ്ടാവാറില്ലേ? ഉണ്ടാവാറുണ്ട്. അങ്ങനെയും അവര് ചെയ്യാറുള്ള ഒരു കാര്യമാണ്. ഇതുപോലെ ഒരു കേസ് വന്ന് പിണങ്ങി നിൽക്കുന്ന ഒരു അവസ്ഥയിലാണ്. ആള് അബ്രോഡാണുള്ളത്. ഹസ്ബൻഡാണ് ഈ ഒരു പേഴ്സണാലിറ്റി. പക്ഷെ വൈഫിനെ എന്താ പറയാ ഭയങ്കരമായിട്ട് ഒരുപാട് പ്രാവശ്യം പിന്നെ അവര് സെപ്പറേറ്റ് ആയിരുന്നു, പിന്നെ പ്രശ്നത്തിലായിരുന്നു. പക്ഷെ ഇപ്പൊ അത് ഡിവോഴ്സിലേക്ക് എത്തുന്നുണ്ട്. പക്ഷെ ഡിവോഴ്സിലേക്ക് എത്തുന്ന സമയത്ത് ആ ആളിനെ വശീകരിച്ച് എങ്ങനെയെങ്കിലും എടുക്കാൻ വേണ്ടിയിട്ട് ശ്രമിക്കാം. മനസ്സിലായോ? അപ്പൊ അതിനാണ് എന്നെ സമീപിച്ചത്. എന്റെ നമ്പർ കണ്ടിട്ട് വിളിച്ചിട്ട് അവളെ എനിക്ക് ഒഴിവാക്കാൻ പറ്റില്ല, ഞാൻ അത്രക്കും സ്നേഹിച്ചതാണ്, അതെനിക്ക് ഉൾക്കൊള്ളാൻ പറ്റില്ല, അവളെ എങ്ങനെയെങ്കിലും വശീകരിച്ചെടുക്കണം എന്നാണ് എന്നോട് പറഞ്ഞത്. പക്ഷെ ഞാൻ രണ്ടുപേരോട് സംസാരിച്ചപ്പോ എനിക്ക് മനസ്സിലായി ഒരിക്കലും ഇയാളുടെ കൂടെ ഒരു പാർട്ട്ണർ ലൈഫ് മുമ്പോട്ട് കൊണ്ടുപോകാൻ പറ്റില്ല. അതാണ് ചില ഇങ്ങനെയുള്ള ആളുകൾ നമ്മൾ കോണ്ടാക്ട് ചെയ്തിട്ട് പറയും എന്നെ ഇങ്ങനെ എനിക്ക് വേണ്ടി സംസാരിച്ചിട്ടൊന്ന് ശരിയാക്കി തരണം. പക്ഷെ അവരോട് ജസ്റ്റ് ഒരു ഹായ് എന്ന് പറഞ്ഞിട്ട് ഒരു 5 മിനിറ്റ് സംസാരിച്ചാൽ തന്നെ നമുക്കറിയാൻ പറ്റും ഇവരുടെ കൂടെ ആ ഒരാൾ പോയി കഴിഞ്ഞാൽ ഇനിയും ഇതിലും വലുതാണ് സംഭവിക്കാൻ പോകുന്നത്. അപ്പൊ അങ്ങനെയും കോണ്ടാക്ട് ചെയ്യുന്നവരുണ്ട്. ചിലപ്പോ നമ്മൾ വിളിക്കുമ്പോൾ ഭയങ്കര ഡിസ്റെസ്പെക്ട്ഫുൾ ആയിട്ട് സംസാരിക്കുക, ഇല്ലെങ്കിൽ വേറൊരു ഇതെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മളെ തന്നെ ഭീഷണിപ്പെടുത്തുക, നമ്മൾ ഇല്ലാണ്ടാക്കും എന്നൊക്കെ പറയുന്നവരും ഉണ്ട്. ഓക്കെ, അതൊക്കെ ഈ NPDന്റെ കൗൺസിലിംഗ് ആയിട്ട് റിലേറ്റ് നമുക്ക് അവർക്ക് വരുന്നതാണ്. അവരുടെ ഫാമിലിയൊന്നും അവരുടെ സ്വന്തം ഫാമിലിയിലൊന്നും വിശ്വാസം ഉണ്ടാവില്ല. അവര് പറയുന്നത് ഒന്നും അംഗീകരിക്കൂല. എന്നിട്ട് അതിങ്ങനെ അവരൊക്കെ കുറ്റപ്പെടുത്തും.
എന്നിട്ട് ഒരു സമയത്ത് പറയും എനിക്കിനി അവളെ വേണ്ട, ഞാൻ അവളെ പൂർണ്ണമായിട്ട് ഒഴിവാക്കിയിരിക്കുന്നു, ഞാൻ അവളെ മറന്നിരിക്കുന്നു എന്നൊക്കെ പറയും. കുറച്ചു ദിവസം കഴിയുമ്പോ ഉണ്ടാവും അയാള് അവൾക്ക് ഹായ് എന്ന് പറഞ്ഞ് മെസ്സേജ് അയക്കും. അപ്പൊ അവളുടെ ഭാഗത്തു നിന്ന് തിരിച്ചും റീപ്ലൈ വരുമ്പോഴത്തേക്ക് അയാൾക്ക് പ്രതീക്ഷ വരിക അവൾ എന്തായാലും ഞാൻ വിളിച്ചാൽ വരും എന്നുള്ളൊരു പ്രതീക്ഷയില്. അതെ അതെ. പക്ഷെ മാം ഇതിന് ഇങ്ങനെയുള്ള ആളെ നമുക്ക് എങ്ങനെ ഹീൽ ചെയ്ത് എടുക്കാൻ പറ്റുന്നാണ് എന്റെ ഒരു സംശയം. അതാണ് നമ്മളിപ്പോ കോഴ്സ് ആയിട്ട് ചെയ്യുന്നത് കേട്ടോ. അതാണ് ഇതിൽ ഡിസ്കസ് ചെയ്യാത്ത. നമ്മള് കോഴ്സിൽ അത് പറയുന്നുണ്ട്. നമ്മൾ ഓക്കെ ഓക്കെ 26ന് ഒരു കോഴ്സ് തുടങ്ങും. ഓക്കെ. ഓക്കെ മാം, അതുപോലെ തന്നെ ഇതില് ആണുങ്ങൾക്കാണോ കൂടുതൽ ഈ നാർസിസ്റ്റിക് പേഴ്സണാലിറ്റി കാണിക്കാറ് കൂടുതലും? കൂടുതലും മെയിൽസിലാണ് കാണിക്കാറ്. പിന്നെ വേറൊരു കാര്യം എന്ന് വെച്ചാൽ ഇപ്പൊ ഫീമെയിൽസിലും ഇതുണ്ട്. പക്ഷെ ഫീമെയിൽസ് ഇത് കാണിക്കുമ്പോൾ മെയിൽസ് കുറച്ചും കൂടി റെഡിയാണ് അതിൽ നിന്ന് പുറത്തേക്ക് വരാൻ വേണ്ടി. പക്ഷെ ഫീമെയിൽസിനെ സംബന്ധിച്ച് ഇങ്ങനത്തെ ഒരു ഇൻസിഡന്റ് ഉണ്ടായാലും അതിൽ നിന്ന് അവരെ പുറത്തേക്ക് ഒന്ന് കൊണ്ടുവരാന്ന് പറഞ്ഞാൽ കുറച്ച് ഡിഫിക്കൽട്ട് ആയിട്ടുള്ള കാര്യമാണ്. നമ്മൾ ചിലപ്പോൾ നോക്കിയാക്കി വെക്കുമ്പോഴായിരിക്കും വീണ്ടും അവരതിലേക്ക് വീണ്ടും പോവാം. അപ്പൊ നമുക്കത് വീണ്ടും ഒരു പ്രോബ്ലം. പക്ഷെ അങ്ങനെയൊക്കെ സംഭവിച്ചാലും അത്രേ ഉള്ളൂ. കാരണം അവര് ആ ഒരു സൈക്കിളിൽ പെട്ടിരിക്കുക. അപ്പൊ നമുക്കും അവരോട് ദേഷ്യം തോന്നാനും പറ്റില്ല. കാരണം അത് അവരുടെ അവസ്ഥയാണ്. ഈ കൗൺസിലിംഗിൽ വരുന്ന ഒരു ഇതും കൂടിയിട്ടാണ്. ഓക്കെ മാം. ഹലോ മാം, ഒന്ന് ചോദിച്ചോട്ടെ? ചോദിച്ചു. ഞാനിങ്ങനെ എനിക്ക് അറിയുന്ന എൻ്റെ ഒരു ഫ്രണ്ടിന്റെ മകനും വൈഫും തമ്മിലുള്ള ഒരു പ്രശ്നമാണ്. അവര് കല്യാണം കഴിഞ്ഞിട്ട് 1.5 വർഷമേ ആയിട്ടുള്ളൂ. പക്ഷെ ഒരു 6 മാസം കഴിഞ്ഞപ്പോഴത്തേക്കാണ് വൈഫിനാണ് ഇത്തരം NPD ട്രേറ്റ്സ് കണ്ടത്. അതിപ്പോഴും തുടരുകയാണ്. അവര് ഡിവോഴ്സ് ഒന്നും ആയിട്ടില്ല. തന്ത്രപൂർവ്വം ഇപ്പൊ നമുക്ക് സെപ്പറേറ്റ് ആവാന്നൊക്കെ പറഞ്ഞിട്ട് ആ പയ്യനെ വേറെ ഫ്ലാറ്റ് എടുപ്പിച്ച് അവരങ്ങോട്ട് മാറി നിന്നു. പക്ഷെ അവിടെയും നിരന്തരം ഈ വെർബൽ അബ്യൂസിന്റെ രീതി കണ്ടിട്ട് അവൻ അവിടെയും നിൽക്കാൻ വയ്യാതെ ഒടുവിൽ അവൻ അവന്റെ വീട്ടിലേക്ക് തിരിച്ചു പോന്നു. ഈ പെൺകുട്ടി താക്കോലും കൊണ്ട്, ആ ഫ്ലാറ്റിന്റെ ഒരു താക്കോലും കൊണ്ട് അവളുടെ വീട്ടിലേക്ക് പോയി. അങ്ങനെ പിന്നെ അവൻ കഷ്ടപ്പെട്ടൊക്കെ അത് വാങ്ങിച്ചു. അങ്ങനെ നിരന്തരം ഇങ്ങനെ മെസ്സേജ് ഇട്ടും ടോർച്ചറിങ് തന്നെയാണ്. എനിക്ക് വളരെ അടുത്തറിയുന്നതാണ്. ആ പയ്യൻ എന്നോടാണ് സംസാരിക്കാൻ വരുന്നത്, ഷെയർ ചെയ്യാൻ വരുന്നത്. അപ്പോ ആ പെൺകുട്ടി ഇപ്പോ നീ എന്ത് തീരുമാനിക്കുന്നു, നീ ഒന്നുകിൽ നീ ഡിവോഴ്സ് ആക്കണം, ഇല്ലെങ്കിൽ നീ കൗൺസിലറെ കാണണം എന്നൊക്കെ പറഞ്ഞ് ഇവനാണ് പ്രശ്നമെന്ന് വരുത്തുന്നുണ്ട്. അവൾ ഓൾറെഡി ട്രീറ്റ്മെന്റിലായിരുന്നു. അപ്പൊ ഇവൻ എന്നോട് വന്ന് ഈ കാര്യങ്ങൾ ഡിസ്കസ് ചെയ്തപ്പോ തന്നെ എനിക്ക് അവനോട് ഡീപ്പായിട്ട് കാര്യങ്ങൾ ചോദിക്കാൻ ഒരു പരിമിതിയുണ്ട്. എന്റെ അടുത്ത ഫ്രണ്ടിന്റെ മോനാണ്. അപ്പൊ അവരുടെ കപ്പിൾ റിലേഷനൊക്കെ ചോദിക്കാൻ എനിക്ക് ബുദ്ധിമുട്ടായതുകൊണ്ട് ഞാൻ വേറൊരു മെയിൽ സൈക്കോളജിസ്റ്റിനെ റെഫർ ചെയ്ത് എൻ്റെ ഒരു ഫ്രണ്ടിന്. അപ്പൊ അദ്ദേഹം പറഞ്ഞത് നീ അവളെയും കൂട്ടി വന്നാ മതി, സംസാരിച്ചു നോക്കാം എന്നൊക്കെ പറഞ്ഞു. പക്ഷേ അവള് പോകുന്നില്ല, നീ രോഗിയാക്കാനാണ് എന്നൊക്കെ പറഞ്ഞ് അവൾ ഒട്ടുമേ പോകുന്നില്ല. അപ്പൊ പിന്നെ അവൻ എന്നോട് ചോദിച്ചു, ടീച്ചറെ ഞാൻ ടീച്ചറായിരുന്നു കേട്ടോ, അതുകൊണ്ട് ടീച്ചറെ ടീച്ചറെ ഞാൻ എന്ത് ചെയ്യട്ടെ? അപ്പൊ ഞാൻ പറഞ്ഞു, ഇനി നീ ഒരു കാര്യം ചെയ്യൂ, ആ പെൺകുട്ടി കണ്ടിരുന്ന സൈക്കോളജിസ്റ്റിനെ ഒന്ന് പോയി കാണൂ. അപ്പൊ ഇവിടെ എവിടെയോ വഴിയിൽ വെച്ച് ഒരു ഷോപ്പിംഗ് കോംപ്ലക്സിൽ വെച്ച് ആ സൈക്കോളജിസ്റ്റിന് ഇവനെ പരിചയപ്പെടുത്തി കൊടുത്തിരുന്നു. അപ്പൊ അവരെ ചെന്ന് കണ്ടിട്ട് ഞാൻ എന്താണ് ഈ കാര്യത്തിൽ ചെയ്യേണ്ടത്, എന്താ കുട്ടി ഇങ്ങനെ പെരുമാറുന്നതെന്ന് എനിക്ക് അറിയില്ല എന്ന് പറഞ്ഞപ്പോ അവര് വളരെ അതിശയം കൂറിക്കൊണ്ട്, അയ്യോ ആ പെൺകുട്ടി കല്യാണം കഴിച്ചോ, ഞാനത് കല്യാണം കഴിക്കുന്നെങ്കിൽ വളരെ ആലോചിച്ച് വേണം, പയ്യനെ എൻ്റെ അടുക്കൽ കൊണ്ടുവന്ന് സംസാരിച്ചിട്ട് വേണം കല്യാണം കഴിക്കാൻ, മെഡിസിൻ ലൈഫ് ലോങ് കഴിക്കണമെന്ന് ഞാൻ പറഞ്ഞിരുന്നതാണ്, അത് അവളുടെ അമ്മ പറഞ്ഞിട്ട് നിർത്തിയതാണ് കല്യാണത്തിന് മുമ്പ് ആയിട്ട്, നിർത്തരുതെന്ന് പറഞ്ഞിരുന്നു എന്നൊക്കെ പറഞ്ഞ് അവര് വളരെ ഈ പയ്യന്റെ പക്ഷത്ത് നിന്ന് അവളുടെ ഉള്ള കാര്യങ്ങൾ എന്താ പ്രോബ്ലം എന്ന് പറഞ്ഞിരുന്നില്ല. പക്ഷെ അതിന്റെ കോൺസിക്വൻസ് ഇന്നതാകും, അതുകൊണ്ട് നീ അതിൽ സ്റ്റിക്ക് ഓൺ ചെയ്യണമെന്ന് ഞാൻ പറയില്ല, ഒരു 6 മാസം കൂടി നോക്കൂ, പറ്റിയില്ലെങ്കിൽ ഒരു വക്കീലിനെ കാണൂ എന്നാണ് ആ സൈക്കോളജിസ്റ്റ് പയ്യനോട് പറഞ്ഞത്. അപ്പൊ എന്നിട്ട് അവളെയും കൂട്ടി ചെല്ലാനും പറഞ്ഞു. എന്നിട്ട് അവളോട് ചെന്ന് പറഞ്ഞപ്പോ അവള് പറഞ്ഞത്, നീ എന്തിനാ എന്നോട് പറയാതെ അവിടെ പോയത്, അത് ശരിയായില്ല, ഇനി നിന്റെ ഒപ്പം ഞാൻ വരില്ല, ഞാൻ മാത്രം പോയി കണ്ടിട്ട് പിന്നീട് നമുക്ക് പോകാമെന്ന് പറഞ്ഞു. അങ്ങനെ ഇവള് മാത്രം ഒരു ദിവസം പോയി ഒരു ലേഡി സൈക്കോളജിസ്റ്റ് ആണ്, പേരൊന്നും നമ്മൾ പറയുന്നത് ശരിയല്ലല്ലോ. അപ്പൊ അവള് മാത്രം പോയി കണ്ടു. പിന്നെ ഒരു 2 ആഴ്ച കഴിഞ്ഞ് രണ്ടാളും കൂടെ പോകാൻ തയ്യാറായി. അവിടെ ചെന്നപ്പോ ആ സൈക്കോളജിസ്റ്റ്
ആദ്യം ഈ പയ്യനോട് പറഞ്ഞ ഒന്നും അവരറിഞ്ഞ മട്ട് പോലും കാണിക്കുന്നില്ല. ഞാൻ അങ്ങനെ പറഞ്ഞോ എന്നാണ് അവര് ചോദിച്ചതത്രേ, ഈ പെൺകുട്ടി കൂടെ ഇരുന്നപ്പോ. അവൾ ഒറ്റയ്ക്കിടയ്ക്ക് പോയി കാണുകയും ചെയ്തല്ലോ. അപ്പൊ അങ്ങനെ ആയപ്പോ ഇവന് വീണ്ടും ഗിൽറ്റ് ഫീലിംഗ് ആയി, ഇവന് വീണ്ടും വലിയ പ്രശ്നങ്ങളായി. അങ്ങനെ ഇപ്പൊ അത് ഇങ്ങനെ നീങ്ങിക്കൊണ്ടിരിക്കുകയാണ്. ആ പെൺകുട്ടി ഡിവോഴ്സ് ചെയ്യണം എന്നൊക്കെ ഒരിക്കൽ പറയും, വീണ്ടും ഇവനോട് മെസ്സേജ് ഒക്കെ ഇടും. അങ്ങനെ ടോർച്ചറിങ്ങിന്റെ രീതിയിലൂടെ പൊക്കോണ്ടിരിക്കുന്നു. അപ്പൊ ഇവൻ ഓരോ പ്രാവശ്യം എന്നോട് ചോദിക്കുക, ഞാൻ ഒരിക്കൽ കൂടി ശ്രമിച്ചു നോക്കട്ടെ, അവളോടെല്ലാം മറന്നിട്ട് വരാൻ പറയട്ടെ, കാരണം ഇവളെ ഇപ്പൊ ആരൊക്കെ എരി കയറ്റി വിട്ടിരുന്നാലും നാളെ ഒരു സമയത്ത് ഇവൾ ഒറ്റപ്പെട്ടു പോവില്ലേ, അപ്പൊ അത് അവൾക്ക് ബുദ്ധിമുട്ടാവില്ലേ എന്നൊക്കെ പറഞ്ഞ് ഇവൻ ഇപ്പോഴും ഇമോഷണലി അവളോട് അറ്റാച്ച്ഡ് ആണ്. പക്ഷെ നമുക്കറിയാം ഓരോ പ്രാവശ്യം ഇവർ ചേരുമ്പോഴും വലിയ പ്രശ്നത്തിൽ കലാശിച്ചാണ് രണ്ടുപേരും പിന്നെയും മാറുന്നത്. അപ്പൊ എങ്ങനെ ഇവനെ ഒന്ന് റെഡിയാക്കി ഡിവോഴ്സിലേക്ക് എത്തിക്കാൻ നമ്മൾ പറയുന്നത് ശരിയാണോ മാം? ഇല്ല, അത് അവരായിട്ട് എടുക്കേണ്ട തീരുമാനം. അതെ. ഈ വിക്ടിമിന്റെ കൗൺസിലിംഗിൽ അങ്ങനെ തന്നെയാണ്, നമ്മളായിട്ട് പറയാതെ അവരാ അതെ. തീരുമാനത്തിലേക്ക് എത്തിക്കണം. ഞാൻ അങ്ങനെയാണ് നീങ്ങിക്കൊണ്ടിരിക്കുന്നത്. കോൺസിക്വൻസ് പറയിച്ചുകൊണ്ടിരിക്കുകയാണ് അവനെ കൊണ്ട്. അവരൊരുമിച്ച് ചേർന്നാലുള്ള കോൺസിക്വൻസ് എന്തായിരിക്കും എന്നും അവരൊരുമിച്ച് ചേർന്നില്ലെങ്കിൽ എന്ത് കോൺസിക്വൻസ് ഒക്കെ ആയിരിക്കും എന്നും, ലൈഫിൽ വരുന്ന മാറ്റങ്ങൾ. അങ്ങനെ അഥവാ ഒരു തവണ കൂടി ചേർന്നാലും അവൻ പൂർണ്ണമായി പ്രിപ്പയർ ആകുമ്പോഴല്ലേ ഡിവോഴ്സിലേക്ക് നമുക്ക് അഡ്വൈസ് കൊടുക്കാൻ പറ്റുള്ളൂ. അതെ. പിന്നെ മാം ഇതൊരു ഡൗട്ട്, ഇപ്പൊ ഇവര് ആരായാലും ഇങ്ങനെ ഡിവോഴ്സിലേക്ക് പോയി കഴിഞ്ഞാൽ ഈ പ്രശ്നം തീരുവോ? അതോ ചില സെലിബ്രിറ്റികളെന്നൊക്കെ നമ്മൾ കാണുന്നുണ്ട്, പിന്നെ കുറെ സ്റ്റഡീസിലും അങ്ങനെ കണ്ടു, അതിനുശേഷം ശരിക്കുള്ള ടോർച്ചറിങ് തുടങ്ങാൻ പോകണുള്ളൂ എന്ന് അങ്ങനെ ഒരു ഇത് കാണുന്നുണ്ട്. എങ്ങനെയെങ്കിലും എക്സ്പീരിയൻസ് ഉണ്ടോ? ചിലവരുടെ ഇതില് അങ്ങനെ ആയിരിക്കാം, പക്ഷെ അത് നമുക്ക് സപ്പോർട്ട് ചെയ്ത് അവരെ ഹെൽപ്പ് ചെയ്ത് എടുക്കാൻ പറ്റുന്ന കേസസും ഉണ്ട്. അല്ലല്ല, ഇവരെന്ന് വെച്ചാല് ഭയങ്കര ഈ റിവെഞ്ച് ആവുമ്പം ഇവര് പിന്നീട് നമ്മളെ ജീവിക്കാൻ എന്തായാലും വിടൂല. അവര് റിവീൽ ആവുമല്ലോ, ഒരു ഡിവോഴ്സോട് കൂടി ഇവരെ മാസ്ക് താഴെ വീഴുന്ന ഉറപ്പാണല്ലോ. അതിനൊരു ഗ്രൗണ്ട് നമ്മൾ കാണിക്കുമല്ലോ, അബ്യൂസ് ആയാലും ഇൻഫിഡിലിറ്റി എന്താണെങ്കിലും. അപ്പൊ ഇവര് അതോടുകൂടിയാണ് ഇവര് ഒറിജിനൽ ഒരു, ശരിക്കും പറഞ്ഞാൽ ഇപ്പൊ ഇവര് പതുങ്ങി നിൽക്കുകയാണ്. ചെറിയ ചെറിയ അബ്യൂസുകൾ ചെയ്തോണ്ടിരിക്കുന്നുണ്ട്, പക്ഷെ പതുങ്ങി നിൽക്കുകയാണ്, വലിയ പ്രശ്നങ്ങൾ ഉണ്ടാക്കുന്നില്ലല്ലോ. ഇത് റിവീൽ ആവുമ്പോഴാണ് എനിക്ക് തോന്നുന്നു അവർക്ക് അവരുടെ പ്രശ്നം അവർക്ക് തന്നെ അറിയാം. അപ്പൊ അതിനൊരു മറയാവുന്നത്, അപ്പൊ വീണ്ടും അവർക്ക് ഈ എന്താണ് ഒരു പാർട്ട്ണർ കിട്ടില്ല എന്നുള്ള ഭയം കൊണ്ടൊക്കെ ആയിരിക്കുമല്ലോ അവർ ഈ ഡിവോഴ്സിലേക്ക് എത്തുമ്പോ അവർക്ക് ഒരിക്കലും അത് പറ്റില്ല എന്ന് തോന്നുന്ന കാരണം അല്ലെ? പലതും ഉണ്ട്. പാർട്ട്ണറൊക്കെ ഇപ്പൊ കിട്ടണത് നമ്മൾ കാണുന്നുണ്ടല്ലോ, സെലിബ്രിറ്റികളൊക്കെ 2, 3, 4 ഒക്കെ അതാ കിട്ടണത്. അത് അവർക്ക് എങ്ങനെയെങ്കിലും ഒരു വിക്ടിമിനെ കിട്ടും എവിടുന്നെങ്കിലും. പക്ഷെ അതല്ല, അവർക്ക് നമ്മളെ പിന്നെ ആ ഒരു ആദ്യത്തെ വിക്ടിം, ആ പവർ, അത് പോവണ പ്രശ്നം, പിന്നെ ഇവരുടെ പല ഫേസ് കാണുമല്ലോ, അതാണ്. ഇപ്പൊ നമ്മള് ഒരാള് ആദ്യത്തെ ആള് പോകുമ്പോൾ ഒരുപാട് റീസൺ അവിടെ ആൾക്കാരോട് നമ്മൾ പറയേണ്ടി വരും. അപ്പൊ അതോടുകൂടി ഇവരുടെ ഈ അബ്യൂസ് കൂടുന്നുള്ളത് ഒരു ഇത് പറയുന്നുണ്ട്. എങ്ങനെയാണ് അതിന്റെ ഇത്? ചിലരുടെ ഇതിൽ അബ്യൂസ് അങ്ങനെ കൂടാറുണ്ട്, പക്ഷെ അവര് ലീഗൽ സൈഡ് ഹെൽപ്പും ബാക്കി ആരൊക്കെയാണോ അവർക്ക് സപ്പോർട്ടായിട്ട് നിൽക്കാൻ പറ്റുക അവരോട് നമ്മൾ സപ്പോർട്ട് എടുക്കാനായിട്ട് പറയും, അവരോട് നമ്മൾ സംസാരിക്കും. അങ്ങനെയാണ് സാധാരണ ചെയ്യുക. ഇത് ഇങ്ങനെ വരാൻ കാരണോ ചൈൽഡ്ഹുഡ് ട്രോമാസിലൂടെ ഇതിങ്ങനെ വരാൻ സാധ്യതയുണ്ട്? ഇങ്ങനെ ആയിരിക്കോ വരുന്നത്, ഇങ്ങനെ ഒരു പേഴ്സണാലിറ്റിയിലേക്ക് അവർ എത്തുന്നത്? ചൈൽഡ്ഹുഡും പാരന്റിംഗ് ഒക്കെ ഇതിന്റെ ഓരോ ഫാക്ടേഴ്സ് ആണ് ഇതിലേക്ക് നയിക്കാനുള്ള. പാരമ്പര്യമായിട്ട് എന്തെങ്കിലും അതും ഉണ്ടാവാറുണ്ട്. ഇങ്ങനെ ഇപ്പൊ നമുക്ക് ചെറിയ കുട്ടികളിൽ ഈ ട്രൈറ്റ്സ് കണ്ടു തുടങ്ങിയാൽ നമ്മൾ അത് ചേഞ്ച് ആക്കാൻ എന്താ ചെയ്യേണ്ടത്? ഒരു 5 വയസ്സ് 10 വയസ്സിന്റെ ഉള്ളിൽ ഇത് മനസ്സിലായി, അതായത് ഭയങ്കര സെൽഫിഷ് ആ ഒരു രീതിക്കാണെന്നുണ്ടെങ്കിൽ അവരെ ചേഞ്ച് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ എന്തൊക്കെയാ ചെയ്യേണ്ടത്? അത് നമ്മൾ നെക്സ്റ്റ് ഒരു വെബിനാറായിട്ട് നമ്മൾ ചെയ്യുന്നുണ്ടാവും, എന്നാൽ ഡീറ്റെയിൽ ആയിട്ട് നമുക്കത് സംസാരിക്കാം. ഓക്കെ, എന്തായാലും അത് കുറച്ച് വാസ്റ്റ് ടോപ്പിക് അല്ലേ, അപ്പം കുറച്ചും കൂടി ഡിസ്കസ് ചെയ്തിട്ട് പറയാം. ഇനി അർജൻസി ഉണ്ടെങ്കിൽ നിങ്ങൾ അക്കാഡമിയിൽ കോൺടാക്ട് ചെയ്തിട്ട് എനിക്ക് പേഴ്സണലി മെസ്സേജ് അയച്ചാൽ മതി, അപ്പൊ ഞാനത് റിപ്ലൈ ചെയ്യാം കേട്ടോ. എന്തെങ്കിലും ഡൗട്ട്സോ അല്ലെങ്കിൽ എന്തെങ്കിലും ഗൈഡ് ലൈൻസ് വേണമെങ്കിൽ മെസ്സേജ് ഇട്ടാൽ മതി, റിപ്ലൈ ചെയ്യാം. ഓക്കെ, ഒരു ഡൗട്ടോടെ ക്ലിയർ ചെയ്യാമോ?
ആ ചോദിച്ചു. ഈ നാർസിസത്തിൽ ഹെൽത്തി നാർസിസം അൺഹെൽത്തി നാർസിസം എന്ന് പറഞ്ഞ രണ്ട് ഡീവിയേഷൻസ് ഉണ്ടോ? ഇല്ല, അൺഹെൽത്തി ഹെൽത്തി അങ്ങനെ ഇല്ല. ചിലവര് ഈ പറഞ്ഞ കവേർട്ടും ഒവേർട്ടും ആയിരിക്കും. പിന്നെ ചിലത് നമുക്ക് മാനേജ് ചെയ്ത് കൊണ്ടുപോകാൻ പറ്റും, ചിലത് പറ്റില്ല എന്നുള്ളതേ ഉള്ളൂ. ചിലർക്ക് ഈ സുപ്പീരിയർ ഫീല് മാത്രമേ ഉള്ളൂ. അപ്പൊ അവരെ കൊണ്ട് നമുക്ക് വലിയ പ്രശ്നങ്ങളൊന്നും ഇല്ല. മാം, അങ്ങനെ പറയാം. അപ്പോൾ ഒരു പരിധി വരെ നമുക്ക് ഈ നാർസിസം വേണ്ടതല്ലേ എന്നുള്ള കാര്യമാണ്. ഈ കോൺഫിഡൻസിനും സെൽഫ് റെസ്പെക്റ്റിനും പ്രൈഡ് ആൻഡ് അക്കംപ്ലിഷ്മെന്റിനും ഒക്കെ എന്ന് പറഞ്ഞാൽ ഒരു സർട്ടൻ എമൗണ്ട് വരെ ഈ പറഞ്ഞ നാർസിസം വേണ്ടതാണ്. ദാറ്റ് ഈസ് കോൾഡ് ഹെൽത്തി നാർസിസം. അങ്ങനെ ഒരു വെർഷൻ നാം കേട്ടിട്ടുണ്ട്. ഓക്കെ, എനിക്ക് അത് അത് അറിയില്ല ഓരോ കേട്ടോ. പേഴ്സണാലിറ്റിയിൽ അങ്ങനെ കേട്ടിട്ടുണ്ട്. ഹെൽത്തി അൺഹെൽത്തി ആയിട്ട് രണ്ട് വിഭാഗം ഉണ്ട് എന്നുള്ളതായിട്ട് തന്നെ ഞാനും പഠിച്ചിരിക്കുന്നത്. പക്ഷെ അത് അൺഹെൽത്തി ആവുമ്പോ ബാക്കിയുള്ളവർക്ക് പ്രോബ്ലംസ് ആവും. സെൽഫ് ലവ് ആണ്. ഇത് ശരിക്ക് ഹസ്ബൻഡും വൈഫും വരണേക്കാളും ബുദ്ധിമുട്ട് വരിക കുട്ടികൾ വരുമ്പോഴല്ലേ ശരിക്കും ബുദ്ധിമുട്ട് വരിക? എല്ലാ രീതിയിലും ബുദ്ധിമുട്ടുകളുണ്ട്. ഏറ്റവും കൂടുതൽ ബുദ്ധിമുട്ട് വരുന്ന പേരൻസ്, എസ്പെഷ്യലി ഗ്രാൻഡ് പേരൻസ് വരുമ്പോഴാണ് ഈ പറഞ്ഞ അവർക്ക് നാർസിസം വരുമ്പോഴാണ് ഈ വീടുകളിലൊക്കെ ഭൂമികളൊക്കെ ഉണ്ടാകാൻ പോണത്. അതെ അതെ. ഓക്കെ, അപ്പോ ഇനി ഉള്ള ഡൗട്ട്സ് നമുക്ക് പേഴ്സണലി മെസ്സേജ് ചോദിക്കണം. കാരണം ഇപ്പോൾ 8:30 ഒരു ക്ലാസ് ഉണ്ട്, അതുകൊണ്ടാണ് നമ്മളിപ്പോ തൽക്കാലം മൈൻഡപ്പ് ചെയ്യാണ്. അപ്പോ നമുക്ക് ആ ടോപ്പിക് വെച്ചിട്ട് നമുക്ക് നെക്സ്റ്റ് Okay, വെബിനാർ thank you, ma'am. റിലേറ്റ് ചെയ്യാം കേട്ടോ. ഓക്കെ, ഓക്കെ, താങ്ക് യു ഓൾ. താങ്ക് യു മാം. താങ്ക് യു മാം. ഓക്കെ, താങ്ക് യു മാം. നല്ല ക്ലാസ് ആയിരുന്നു. താങ്ക് യു മാം. താങ്ക് യു. നല്ല ക്ലാസ് ആയിരുന്നു. താങ്ക് യു.